ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് നമ്മൾ ഇന്ന് 100ാമത്തെ ശതകം ഒരുമിച്ചിരുന്ന് അതിനെപ്പറ്റി ചിന്തിക്കുകയാണ്. ഭട്ടതിരി ആചാര്യൻ ഭഗവാന്റെ മുമ്പിലിരുന്ന് ഗ്രന്ഥരചന നടത്താൻ തുടങ്ങിയിട്ട് 100 ദിവസമായി. നമ്മൾ കേട്ടിട്ടുണ്ട്, ഏകദേശം 27 വയസ്സാവുന്ന സമയത്ത് അദ്ദേഹം അപ്പോൾ ഒരു 1587 ആ കാലായിരിക്കും. 1587 അത്രയും നൂറ്റാണ്ടുകൾക്ക് പിന്നില് ആ കാലത്ത് വാദരോഗിയായിട്ട് എല്ലാ മാർഗങ്ങളും രോഗശമനത്തിന് നോക്കിയിട്ട് അതൊന്നും ഫലിക്കാതെ അവസാനം ഗുരുവായൂരപ്പനെ ഭജിക്കാൻ വേണ്ടി തീർച്ചയാക്കി. അന്ന് ഗുരുവായൂരമ്പലം ചെറുതാണ്. അന്നത്തെ ജനസംഖ്യ നോക്കുന്ന സമയത്ത് വലിയ തിരക്കുണ്ടാവില്ല. പക്ഷെ അന്നത്തെ നിലയില് ധാരാളം ജനങ്ങൾ വന്നിരുന്നു. ഗുരുവായൂരപ്പന്റെ രോഗം മാറ്റാനുള്ള ഭഗവാന്റെ അനുഗ്രഹത്തിന്റെ ശക്തി എല്ലാവർക്കും അറിയുന്ന കാലായിരുന്നു. ഭട്ടതിരി ആചാര്യൻ അവിടെ പോയി ഭഗവാന്റെ അടുത്ത് പോയിട്ട് അവസാനത്തെ കൈന്നുള്ള നിലയിൽ അവിടേക്ക് പോവുകയാണ്. അപ്പൊ ഓണം ദിവസം, ചിങ്ങമാസത്തില് ഓണം ദിവസം, ഓണത്തിന് സദ്യ ഉണ്ടിട്ട് അന്ന് വൈകുന്നേരം വള്ളത്തില്, അതായത് ജലമാർഗം അദ്ദേഹം താമസിക്കുന്ന ചന്ദനക്കാവിൽ നിന്ന് പുറപ്പെട്ടു. അങ്ങനെ ഗുരുവായൂരിലെത്തി ആദ്യത്തെ ദിവസം അവിടെ ചെന്നിരുന്നു. ഭഗവാനെ നല്ല പോലെ മനസ്സിൽ കണ്ട്. അപ്പൊ എഴുതാൻ വയ്യ, നടക്കാൻ വയ്യ, കൈ അനക്കാൻ വയ്യ. ഒരു കൂടയില് അൺമ്യൂട്ട് ചെയ്യണം. പക്ഷെ ഗുരുവായൂരിൽ എത്തിയ ശേഷവും അദ്ദേഹത്തിന് കൈ പ്രവർത്തിപ്പിക്കാൻ പറ്റിയിരുന്നില്ല. സഹോദരനായിട്ടുള്ള മാതൃദത്തൻ എന്ന് പറഞ്ഞിട്ടുള്ള നമ്പൂതിരി കൂടെ ഉണ്ടായിരുന്നു. ആ സഹോദരനാണ് ഭട്ടതിരി പറയണതൊക്കെ എഴുതിയെടുത്തിരുന്നത്. അങ്ങനെ ഒന്നാമത്തെ ദിവസം തുടങ്ങിയിട്ടുള്ള സപര്യ 100 ദിവസം കൊണ്ട് ഇന്ന് അത് പൂർത്തിയാവുക എന്നുള്ളതല്ല, സ്ഫൂർത്തിയാവുകയാണ്. അത് ഏറ്റവും അധികം ബ്ലോസം ചെയ്യാണ്. ഒന്നാമത്തെ ദിവസം ഭഗവാനെ കണ്ട ഉടനെ അന്ന് ഭഗവാന്റെ വിഗ്രഹമാണ് മുമ്പിൽ കണ്ടത്. അവിടെ തെക്കേ വാതിൽ മാടത്തിൽ ഇരുന്നാൽ ഭഗവാനെ ഇങ്ങനെ കാണാം. മുഖമണ്ഡപമുണ്ട്. മുഖമണ്ഡപം കഴിഞ്ഞാൽ സോപാനം കഴിഞ്ഞാൽ ഭഗവാന്റെ ഉള്ളില് ശ്രീകോവിലില് ശ്രീലകത്ത് ഭഗവാനെ അങ്ങനെ കാണാം. കാണുന്ന സമയത്ത് ആദ്യം ഒന്നാമതായിട്ട് നാവിൽ നിന്ന് വീണ വാക്ക് തന്നെ സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം. സാന്ദ്രാനന്ദം എന്ന് പറഞ്ഞിട്ടാണ്. സാന്ദ്രമായിട്ടുള്ള ആനന്ദം എന്ന് പറഞ്ഞാല് ഘനമായിട്ടുള്ള, അത്രയും നിബിഡമായിട്ടുള്ള ഘനമായിട്ടുള്ള ആനന്ദം. ആ ആനന്ദം, അദ്ദേഹം വലിയ ജ്ഞാനിയായിരുന്നു. ആനന്ദം എന്ന് പറയുന്ന സമയത്ത് അദ്ദേഹം സച്ചിദാനന്ദ പരബ്രഹ്മത്തെ പറ്റിയാണ് ആലോചിക്കുന്നത്. അങ്ങനെയുള്ള ഏറ്റവും ഉയർന്ന നീതി എന്ന് പറഞ്ഞ നമ്മളെല്ലാം നിഷേധിച്ച് പോകുമ്പോൾ, ഇതല്ല എന്ന് പറഞ്ഞ് നിഷേധിച്ച് പോകുമ്പോൾ നമുക്ക് എത്താവുന്ന ഏറ്റവും ഉയർന്നൊരവസ്ഥ സാന്ദ്രാനന്ദം ആയിട്ടുള്ള ഭഗവാൻ, അവബോധം, സച്ചിദാനന്ദം. അതില് ഭഗവാനെ അതറിയാന്ന് പറഞ്ഞാൽ അതായിത്തീരുക എന്നുള്ളതാണ്. അപ്പം ഭട്ടതിരി ആചാര്യന് നല്ല പോലെ അറിയാം, അത് സാധാരണ ജനങ്ങൾക്ക് അത്ര സുഗമമല്ല, അപ്രാപ്യമാണ്, ഇനാക്സസിബിൾ ആണ്. പക്ഷെ അദ്ദേഹം ഒന്നാമത്തെ ശ്ലോകത്തിൽ തന്നെ പറയുന്നു, എന്നാൽ അസ്പഷ്ടമാണ്, അത് കാണാൻ ബുദ്ധിമുട്ടാണ്. പക്ഷേ ഒരു പ്രാവശ്യം കണ്ടാൽ അത് പിന്നെ ജീവിത സാഫല്യമായി. ആ ദർശന സൗഭാഗ്യം, ദർശന പുണ്യം ഒരു പ്രാവശ്യം ലഭിച്ചാൽ അതോടുകൂടി ജീവിതത്തിന്റെ സൗഭാഗ്യമായി. ആ ദർശന സൗഭാഗ്യം നമുക്ക് എങ്ങനെ കിട്ടാം? അത്യപൂർവമായിട്ടുള്ള വിധത്തില്. സാധാരണ എല്ലാ ക്ഷേത്രങ്ങളിലും
എന്ന് നമുക്ക് പറയാൻ പറ്റുമെന്നറിയില്ല. ഗുരുവായൂർ ഭക്തിയോടുകൂടി സമീപിച്ചാൽ എല്ലാ ക്ഷേത്രങ്ങളും, ഗുരുവായൂരിന്റെ ഒരു മാഹാത്മ്യം എന്താണെന്ന് വെച്ചാൽ ഭക്തനല്ലാത്ത ആളും ഭഗവാന്റെ ശ്രീകോവിലിന്റെ മുമ്പിൽ എത്തിയാൽ ഭക്തനായി തീരും. ആരെങ്കിലും നിർബന്ധിച്ച് പറഞ്ഞയച്ചതാണെങ്കിലും. അങ്ങനെയുള്ള ഭഗവാനെ ഒരു പ്രാവശ്യം കണ്ടിട്ടുണ്ടെങ്കിൽ അത് തന്നെ മതി. ആ ഭഗവാനെ അവിടെ കാണുക എന്ന് പറയുന്നത് വിഗ്രഹത്തെ കണ്ടാൽ മതി എന്നാണ് പറയുന്നത്. കാരണം ആ വിഗ്രഹം തന്നെ സച്ചിദാനന്ദ തന്നെ സ്വരൂപമായി വന്നിരിക്കുന്നതാണ് ആ വിഗ്രഹം. അന്ന് അവിടെ പറയുന്ന സമയത്ത് മേൽപ്പത്തൂർ ആചാര്യൻ താത്വികമായിട്ടുള്ള ഒരു ഫിലസോഫിക്കൽ ദാർശനിക തലത്തിൽ നിന്നിട്ടാണ് അത് പറയുന്നത്. ഇന്ന് 100ാമത്തെ ദിവസം ആവുമ്പോഴേക്കും പറയണത് ഭഗവാനെ കണ്ണിന്റെ മുന്നിൽ കണ്ടുകൊണ്ടാണ്, ശരിക്ക് കണ്ടുകൊണ്ടാണ്. അവിടെ വിഗ്രഹം എന്നുള്ള അവസാനത്തെ ദശകം വരുമ്പോ അവിടെ വിഗ്രഹം എന്നുള്ളൊരു വാക്കേ ഇല്ല. മൂർത്തി, അതായത് അവിടെ പാതാള ശിലയിൽ ഉണ്ടാക്കിയിട്ടുള്ള മൂർത്തിയെ പറ്റിയല്ല പറയണത്. അവിടെ മൃണ്മയമായ ഒന്നിനെ പറ്റി, മണ്ണുകൊണ്ടുണ്ടാക്കിയ ഒന്നിനെ പറ്റിയല്ല പറയണത്. ചിന്മയമായിട്ടുള്ള കാഴ്ച കണ്ണിന്, ഈ നഗ്ന നേത്രങ്ങൾക്ക് കണ്ണിന് കിട്ടിയതിനെ പറ്റിയാണ് പറയുന്നത്. അഗ്രേ പശ്യാമി, ഞാൻ എൻ്റെ മുന്നിൽ കാണുന്നു എന്നാണ് പറയുന്നത്. ഞാൻ എൻ്റെ മുന്നിൽ കാണുന്നു, സാക്ഷാത്തായിട്ട് കാണുന്നു, ശരിക്കു കാണുന്നു. ആ വർണ്ണന കേൾക്കുമ്പോൾ നമുക്കറിയാം ഈ 100ാമത്തെ ദിവസം ഗ്രന്ഥരചനയുടെ പരിസമാപ്തിയില്, അദ്ദേഹത്തിന്റെ ഉപാസനയുടെ പരിസമാപ്തിയില് ഭഗവാനെ നേരിട്ട് കാണാണ്. അഗ്രേ പശ്യാമി, ആദ്യം കാണുന്നത് ഒരു തേജോ പുഞ്ചം, തേജസ് മാത്രം. ശ്രീലകത്തേക്ക് നോക്കുന്ന സമയത്ത് അവിടെ വലിയൊരു വെളിച്ചം മാത്രം കാണുന്നു. സൂക്ഷിച്ചു നോക്കണം. ആ വെളിച്ചം കണ്ടപ്പോഴേക്ക് തന്നെ മുഴുവനും തൻ്റെ അസ്തിത്വത്തിൽ മുഴുവനും, വ്യക്തിത്വത്തിൽ മുഴുവനും അമൃത പ്രവാഹമായി. ഒന്നുകൂടി സൂക്ഷിച്ചു നോക്കിയപ്പോ ആ പ്രകാശത്തിന്റെ നടുവില് ഭഗവാനെ കാണുന്നു. ഏതവസ്ഥയിലാണ് ഭഗവാനെ കാണുന്നത്? ബാല്യാവസ്ഥ വിട്ടു എന്ന് പറയാം. യൗവനാവസ്ഥയിലേക്ക് കാലെടുത്ത് വെച്ചു എന്ന് പറയാൻ പറ്റില്ല, കാലെടുത്ത് വെക്കാൻ പുറപ്പെടുന്നു. അങ്ങനെയുള്ള ആ കൈശോരാവസ്ഥയുടെയും യൗവനാവസ്ഥയുടെയും സന്ധ്യയിലാണ്. അത് രണ്ടും ചേരുന്ന അത്രയും അധികം ഒരു, നമുക്കൊക്കെ അറിയാം നമ്മളുടെ ജീവിതത്തിൽ തന്നെ സാധാരണ ഒരു വ്യക്തിക്ക് ഏറ്റവും അധികം സൗന്ദര്യം കിട്ടുന്നത് കൈശോരാവസ്ഥ, കുട്ടി പ്രായം വിട്ടു പൂർണ്ണ യൗവനത്തിലേക്ക് എത്തിയിട്ടില്ല, കാലെടുത്ത് വെക്കുന്ന അവസരത്തിലാണ് ആ വ്യക്തിയിലത്തെ എല്ലാ സൗന്ദര്യവും അവിടെ പ്രകാശിച്ചു കാണും. അങ്ങനെയുള്ള അവസ്ഥയിലാണ് ഭഗവാനെ കാണുന്നത്. അത്യധികം ലോഭനീയമായിട്ടുള്ള, രാമണീയകമായിട്ടുള്ള കാഴ്ച. കളായ പുഷ്പങ്ങള്, കായാമ്പൂ പുഷ്പങ്ങള്. കായാമ്പൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒരു ചെടിയാണ്. ആ ചെടിയിൽ നീല നിറത്തിലുള്ള പൂക്കൾ ഉണ്ടാവും. മരമല്ല, വള്ളിയല്ല, നമ്മളുടെയൊക്കെ ഏകദേശം ഒത്തു നിൽക്കുന്ന, അടുപ്പിച്ചടുപ്പിച്ച് നിൽക്കുന്ന ഒരു പൊന്ത എന്ന് പറയും, ബുഷ് എന്ന് പറയും. അതിലാണ് പൂക്കൾ ഉണ്ടാവുന്നത്. പൂക്കളെല്ലാം നിരന്നു നിന്നാൽ ഒരു നീലപ്രകാശം മാത്രമായിരിക്കും. ആ നീലപ്രകാശം അവിടെ കണ്ടു. അതിൻ്റെ ഉള്ളില് തെളിഞ്ഞു വന്നപ്പോഴാണ് ഭഗവാന്റെ ഈ താരുണ്യാരംഭരമ്യം, യൗവനം തുടങ്ങണ ഈ അവസ്ഥ കണ്ടത്. ദിവ്യ കൈശോര വേഷം, ദിവ്യബാലനായിട്ടുള്ള ആ ഭഗവാന്റെ വേഷം. ചുറ്റും ആരൊക്കെയാണ് നിൽക്കുന്നത്? നാരദാദികള്, ഭഗവാനെ എന്നും ഭക്തിയോട് കൂടി സേവിക്കുന്ന പരമഭക്തന്മാര്. അത് മാത്രാണോ? അല്ല, അനേകം സുന്ദരിമാര്. ആരാണ് ഈ സുന്ദരിമാര്? ശ്രുതികള്. ശ്രുതി എന്ന് പറഞ്ഞാൽ വേദം. വേദം 4 ഉള്ളൂ, എങ്കിലും ശ്രുതിവാക്യങ്ങൾ അനേകമുണ്ട്. ആ ശ്രുതി വചനങ്ങളാണ്, ശ്രുതിവാക്യങ്ങളാണ് ഇപ്പൊ ഭഗവാന്റെ ചുറ്റും സുന്ദരിമാരായിട്ട് നിൽക്കുന്നത്. ഈ സുന്ദരിമാര് തന്നെയായിരുന്നു വൃന്ദാവനത്തിലും. വൃന്ദാവനത്തില് ഭഗവാന്റെ കൂടെ ബ്രഹ്മലയനത്തില് ഭഗവാനിലേക്ക് ലയിച്ചുകൊണ്ട് നിന്നിരുന്ന അവര്, ആ കൃഷ്ണ
ഗൃഹീത മാനസകളായിട്ടുള്ള സുന്ദരിമാര് അവര് ശ്രുതി സുന്ദരിമാരായിരുന്നു. അതുകൊണ്ടാണ് ആയിട്ടുള്ള അവരുടെ ഐക്യം ഇത്ര അധികം വാഴ്ത്തപ്പെടുന്നത്. അത്രയും ആ സുന്ദരിമാര് അവരാണ് ഇപ്പൊ ഭഗവാന്റെ ചുറ്റും നിൽക്കുന്നത്. ആ ചെറിയ ശ്രീകോവിലിനകത്ത് ഒരു വലിയ ഒരു വേദിയുടെ വിശാലതയില് ഭഗവാൻ അങ്ങനെ നിൽക്കണു. ഭഗവാന്റെ ചുറ്റും അവരൊക്കെ ഭക്തിപൂർവ്വം നിൽക്കണം. ആ ദർശന സൗഭാഗ്യം ഭട്ടതിരിക്ക് കിട്ടി. അതോടുകൂടിയിട്ട് അദ്ദേഹത്തിന്റെ ഇതുവരെയും നമ്മൾ കണ്ടിട്ടുള്ളതും അത് തന്നെയാണ്. ഭാവന, അദ്ദേഹത്തിന്റെ ഭാവന, അദ്ദേഹത്തിന്റെ പദസുഭകത, വാക്കുകൾ തിരഞ്ഞെടുക്കുന്നതിലത്തെ ഭംഗി, ചൊല്ലുന്നതിലെ താളം, എല്ലാ തന്ത്രീലയ സമന്വിതം എന്ന് പറഞ്ഞ പോലെയാണ്. ഒരു നല്ല വീണ വായിച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും ഒരു പാട്ട്? അതുപോലെയാണ്. ആരും വായിക്കാതെ തന്നെ ഏതോ വീണാനാദം അദ്ദേഹത്തിന്റെ ആ ശ്ലോകങ്ങളിലേക്ക്, അദ്ദേഹത്തിന്റെ വരികളിലേക്ക് ഇഴുകിച്ചേർന്നതുപോലെയാണ്. ഭഗവാനെ അങ്ങനെ കണ്ടു, നല്ലപോലെ ഒന്ന് തൊഴുതു. എന്നിട്ട് പിന്നെ ഭഗവാന്റെ കേശാദിപാത വർണ്ണനയാണ്. നീലാഭം കുഞ്ചിതാഗ്രം ഘനമമലതരം സംയതം ചാരുഭംഗ്യാ രത്നോത്തം സാഭിരാമം വലയിതമുദയ ചന്ദ്രകൈ പിഞ്ചജാലേ മന്ദാരശൃംനിവീതം തവ പൃഥുകബരീ ഭാരമാലോകയേഹം സ്നിഗ്ധശ്വേതോർധ്വപുണ്ഡ്രാമപി ച സുലളിതം ഭാനബാലേന്ദുവീഥിം. ഭഗവാന്റെ ശരീരത്തിന് മാത്രമല്ല, മുടി പോലും നല്ല കറുത്ത നീല നിറത്തിലുള്ള മുടി. അത് അറ്റം ചുരുണ്ടതാണ്, കുഞ്ചിതാഗ്രം, കട്ടിയുള്ള മുടിയാണ്. അത് ഭംഗിയായി കെട്ടിവെച്ചിട്ടുണ്ട്. കെട്ടിവെക്കാൻ ഉപയോഗിച്ചിട്ടുള്ളതോ നല്ല തലയിലിടുന്ന ആഭരണങ്ങള്, രത്നം പതിച്ച ആഭരണങ്ങളുടെ ഒരു വലയം, നല്ല മയിൽപ്പീലി കോർത്തുണ്ടാക്കിയ മാലയുടെ ഒരു വലയം, തിളങ്ങുന്ന കണ്ണുകളാണ് ആ മയിൽപ്പീലിക്ക്. അങ്ങനെയുള്ള അതിമനോഹരമായിട്ടുള്ള മയിൽപ്പീലിയും ഈ സ്വർണമാലയില്, തലയിലണിയുന്ന സ്വർണമാലയിൽ പതിച്ചിട്ടുള്ള രത്നങ്ങളും, പിന്നെ മന്ദാരമാലയും, ഇത് മൂന്നും കൂടി ചേർത്ത് ചുറ്റി കെട്ടിവെച്ചിട്ടുള്ള ഭഗവാന്റെ മുടി. ആ മുടി ഞാൻ കാണുന്നു ഭഗവാനെ ഇവിടെ ഇരുന്നിട്ട്. നെറ്റിയിലാണെങ്കിൽ നല്ല ഒരു വെളുത്ത നിറത്തിലുള്ള തിലകം, മുകളിലേക്ക് വൈഷ്ണവരൊക്കെ ഇടുന്ന പോലെയുള്ള ഒരു നെറ്റിയിലത്തെ ഒരു തിലകം, അതെനിക്കിവിടെ ഇരുന്ന് കാണുന്നുണ്ട്. പിന്നെ ഭഗവാന്റെ ആ നെറ്റി ഏത് തരത്തിൽ, എങ്ങനെയുള്ള നെറ്റിയിലാണ് ആ തിലകം? ഒരു കറുത്ത വാവ് കഴിഞ്ഞിട്ട് വെളുത്ത വാവ് തുടങ്ങുമ്പോ ആകാശത്തിലേക്ക് നോക്കുമ്പോ ചന്ദ്രക്കല ആദ്യം നേർത്തതായിരിക്കും. ആ 4-5 ദിവസം കഴിയുമ്പോഴേക്കും, പഞ്ചമി ചന്ദ്രനൊക്കെ ആവുമ്പോഴേക്കും, 5-ാമത്തെ ദിവസം വരുമ്പോഴേക്കും ആ ചന്ദ്രക്കലയ്ക്ക് കുറച്ചുകൂടി കട്ടി വരും. അതിമനോഹരമായിട്ടുള്ള ഒരു വളവോട് കൂടിയിട്ടുള്ള ചന്ദ്രക്കല. ആ ചന്ദ്രക്കലയാണ് ഇപ്പൊ ഭഗവാന്റെ നെറ്റി. അതാണ് ബാലേന്ദു വീഥിം. ബാലേന്ദു, ചെറിയ പ്രായത്തിലുള്ള ചന്ദ്രൻ. ആ ചന്ദ്രൻ അവിടെ ഉദിച്ചു നിൽക്കുകയാണോ എന്ന് തോന്നുന്ന വിധത്തിലാണ് ഭഗവാന്റെ നെറ്റിത്തടം. കേശാദിപാദമാണ്. കേശം തൊട്ട് തുടങ്ങി പാദം വരെ എല്ലാ തരത്തിലും ആ ചൊല്ലിനെ അന്വർത്ഥമാക്കിക്കൊണ്ടാണ് ഭഗവാന്റെ വർണ്ണന മുന്നോട്ട് പോണത്. ഹൃദ്യം പൂർണ്ണാനുകമ്പാർണവമൃദുലഹരീ ചഞ്ചല ഭ്രൂവിലാസൈ ആനീലസ്നിഗ്ധപക്ഷ്മാവലി പരിലസിതം നേത്രയുഗ്മം വിഭോദേ സാന്ദ്രഛായം വിശാലാരുണ കമലദളാകാരമാമുഗ്ധതാരം കാരുണ്യാലോകലീലാ ശിശിരിതഭുവനം ക്ഷിപ്യതാം മയ്യനാഥേ. ഭഗവാനെ, അവിടുത്തെ പുരികക്കൊടികള്, ഈ പുരികക്കൊടികളുടെ ഭംഗി കണ്ടാല്
സൗന്ദര്യ സമുദ്രത്തിലെ, കാരുണ്യ സമുദ്രത്തിലെ തിരകളാണെന്ന് തോന്നും. കോട്ടൂർ നമ്പൂതിരിപ്പാട് ഭംഗിയായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നമ്മള് ഭഗവാന്റെ കേശാദിപാദം വർണ്ണിക്കുന്ന സമയത്ത് ഭഗവാന്റെ സൗന്ദര്യമാണ് അതിൽ ഏറ്റവും മുറ്റി നിൽക്കുന്ന ഒരു കാര്യം. ആ സൗന്ദര്യം കണ്ടിട്ട് കോട്ടൂർ മഹാകവി അത്ഭുതപ്പെട്ടിട്ടുണ്ട്. എന്ത് ഭഗവാൻ ചെയ്താലും സൗന്ദര്യമാണ്. വംശത്തിൽ പാടിയാലും പ്രമദഭരിതനായി താണ്ഡവം തുള്ളിയാലും ഹാസപ്പാൽ തൂകിയാലും ദയയുടെ തിര പോൽ ചില്ലുവില്ലാട്ടിയാലും. ചില്ല് എന്ന് പറഞ്ഞിട്ടെങ്കിൽ പുരികം, ചില്ലുവില്ല് എന്ന് പറഞ്ഞാൽ വളഞ്ഞു നിൽക്കുന്ന പുരികം, വില്ല് പോലെ വളഞ്ഞു നിൽക്കുന്ന പുരികം. ആ പുരികം ഏതാണ്? അവിടെ മഹാകവിയും പറയുന്നു, ദയയുടെ തിര പോൽ. ഇവിടെ മേൽപ്പത്തൂർ രാജാനൻ പറയുന്നു, ചഞ്ചല ഭ്രൂവിലാസൈ. ഇവിടെ ഹൃദ്യം പൂർണ്ണാനുകമ്പാർണവം. അർണവം എന്ന് പറഞ്ഞാൽ സമുദ്രം. കാരുണ്യ സമുദ്രത്തിലെ ഒരു ചെറിയ മൃദുവായിട്ട് അടിക്കുന്ന ഒരു തിര, അതാണ് അവിടുത്തെ ചില്ലുവില്ല്, അവിടുത്തെ പുരികം. ആ നീല സ്നിഗ്ധ പക്ഷ്മാവലി പരിലസിതം നേത്രയുഗ്മം വിഭോദേ. ഭഗവാന്റെ രണ്ട് കണ്ണുകള്, ആ രണ്ട് കണ്ണുകളിലത്തെ കൺപോളകളിലത്തെ പീലി ഉണ്ടല്ലോ, കൺപീലികള് ഇടതൂർന്ന് നിൽക്കുന്ന സ്നിഗ്ധമായിട്ടുള്ള ആ കൺപീലികളാൽ അലങ്കൃതമായിട്ടുള്ള ഭഗവാന്റെ കണ്ണ്, നേത്രയുഗ്മം, രണ്ട് കണ്ണുകള്. കണ്ണിലേക്ക് നോക്കുന്ന സമയത്ത് ഈശൽ ചുവപ്പുണ്ട്. താമരപ്പൂ പോലെ, താമരപ്പൂവിന്റെ ഇതള്, നീണ്ടിടംപെട്ട ഇതള്, അതിന്റെ ഈശൽ ചുവപ്പ് ഓർമ്മിപ്പിക്കുന്ന വിധത്തിലുള്ള ഭഗവാന്റെ കണ്ണ്. ആ കണ്ണ് ഭഗവാൻ ഒന്ന് നോക്കിയാൽ ആ കാരുണ്യത്തിന്റെ, നേരത്തെ പറഞ്ഞുവല്ലോ, കാരുണ്യ സമുദ്രത്തിലെ തിര പോലെയാണ് പുരികം എന്ന് പറഞ്ഞല്ലോ. ആ ഭഗവാന്റെ കണ്ണുകളാണെങ്കിൽ അതിൽ നിന്ന് കാരുണ്യം വഴിഞ്ഞു ഒഴുകുകയാണ്. ഈ ലോകത്തിനെ മുഴുവനും തണുപ്പിക്കാൻ പോന്ന കുളിർമ ആ ഭഗവാന്റെ നോട്ടത്തിനുണ്ട്. ഈ ലോകത്തിൽ നമ്മളൊക്കെ തപ്ത ഹൃദയരായിട്ടിരിക്കുകയാണ് ഓരോ കാരണങ്ങളെ കൊണ്ട്. പുറത്തേക്ക് കാണുന്നതും അല്ലാത്തതുമായിട്ടുള്ള കാരണങ്ങളെ കൊണ്ടൊക്കെ നമ്മള് ചൂടിലെ ചെമ്പ് പഴുക്കണത് പോലെ തപ്ത ഹൃദയരായിട്ട് ചുട്ടുപഴുത്തുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഈ ഭൂഗോളം മുഴുവനും ചൂടുകൊണ്ട് പൊട്ടിത്തെറിക്കാതിരിക്കാൻ കാരണം ഭഗവാന്റെ കണ്ണ് പലപ്പോഴും ഈ ലോകത്തിന്റെ, എപ്പോഴും നമ്മളുടെ മുകളിലും ഈ ലോകത്തിന്റെ മുകളിലും പതിക്കുന്നത് കൊണ്ടാണ്, ആ തണുപ്പ് കിട്ടുന്നത് കൊണ്ടാണ് പ്രപഞ്ചം ഇങ്ങനെ നിലനിന്നു പോണത്. ഇതാണ് ഭഗവാനെ, മഹാവിഷ്ണുവിനെ ഈ ലോകത്തിന്റെ സ്ഥിതിയുടെ നാഥനാണ് എന്ന് പറയുന്നത്. ഈ ലോകത്തെ അതുപോലെ നിലനിർത്തി കൊണ്ടുപോകുന്നത് അതിന്റെ നിലനിൽപ്പിന്റെ നാഥനാണ് ഭഗവാൻ. ഭഗവാന്റെ കാരുണ്യത്തോടു കൂടിയിട്ടുള്ള ഒരു നോട്ടം മതി. അങ്ങനെയുള്ള ആ നോട്ടം, ഹേ ഭഗവാനെ, കാരുണ്യാലോക ലീലാ ശിശിരിത ഭുവനം, ഭുവനത്തെ മുഴുവനും തണുപ്പിക്കാൻ പോന്നിട്ടുള്ള ആ നോട്ടം, ഭഗവാന്റെ കൺകോണുകൊണ്ടുള്ളൊരു കളിയാണ് അപാംഗലീല. കൺകോണിനാണ് അപാംഗം എന്ന് പറയുക, നോട്ടം കൊണ്ടുള്ള ലീല, കൺകോണുകൊണ്ടുള്ള ലീല. ഭഗവാൻ ഇങ്ങനെ ഒന്ന് നോക്കും, അതോടുകൂടി ചുട്ടുപഴുത്തിരിക്കുന്ന ഈ ലോകം തണുക്കും. അങ്ങനെയുള്ള അത് എന്നിലും പതിയണേ ഭഗവാനെ, മൈ അനാഥേ, ഈ ഞാനാകുന്ന അനാഥനിൽ ഭഗവാന്റെ ദൃഷ്ടി പതിയണേ. അനാഥൻ എന്ന് പറയാൻ കാരണം എന്താണ്? ഈ ലോകത്തിലുള്ള ഒന്നും തന്നെ, നല്ല ചെറുപ്പത്തിലാണ് ഈ അസുഖം വന്നത്, നല്ല യശസ്സുള്ള സമയത്താണ്, ആർക്കും ഒന്നും ചെയ്തു കൊടുക്കാൻ പറ്റിയില്ല. അദ്ദേഹത്തിന്റെ ജ്ഞാനത്തിനെ പറ്റി പുകഴ്ത്തി പറയാം. അദ്ദേഹത്തിന്റെ വലിയ അറിവിന്റെ ബാക്ക്ഗ്രൗണ്ട്, കുടുംബത്തിൽ മുഴുവനും അനേക തരത്തിലുള്ള അറിവിന്റെ നിധിയായിരുന്നു കുടുംബം. അതിനെപ്പറ്റിയൊക്കെ പറയാന്നല്ലാതെ അനങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥയില് ആർക്കും ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ആരുടെ സഹായവും ഫലിച്ചില്ല. അങ്ങനെ അനാഥത്വം എന്താണെന്നുള്ളത് ഞാൻ അറിഞ്ഞു ഭഗവാനെ.
ഈ അനാഥനിൽ അവിടുത്തെ ആ കൺ പതിയണമേ, ആ ദൃഷ്ടി പതിയണമേ. കാരുണ്യാലോകലീലാശിശിരിത ഭുവനം ക്ഷിപ്യതാം. അത് ആ കണ്ണ് എന്റെ മുകളിലേക്കൊന്ന് എറിഞ്ഞു തരണേ. ആ നോട്ടം അത് എന്നിലൊന്ന് വന്ന് വീഴണേ, ഈ അനാഥനിൽ ഒന്ന് വന്ന് വീഴണേ എന്നാണ്. 4ാമത്തെ ശ്ലോകം. ഉത്തുംഗോല്ലാസിനാസം ഹരിമണിമുകുരപ്രോല്ലസദ്ഗണ്ഡപാളി വ്യാലോലത് കർണപാശാഞ്ചിതമകരമണി കുണ്ടലദ്വന്ദ്വദീപ്രം ഉന്മീലദ്ദന്തപംക്തി സ്ഫുരതരുണതരഛായ ബിംബാദരാന്ത പ്രീതിപ്രസ്യന്തി മന്ദസ്മിതമധുരതരം വക്ത്രമുദ്ഭാസതാം മേ. ഭഗവാന്റെ എഴുന്നു നിൽക്കുന്ന എള്ളിൻ പൂവിനോട് സമമായിട്ടുള്ള മൂക്ക് എന്ന് നമ്മൾ പറയാറില്ലേ, അങ്ങനെ എഴുന്നു നിൽക്കുന്ന മൂക്ക്. ഉത്തുംഗോല്ലാസിനാസം, അങ്ങനെ ഭംഗിയായിട്ട് എഴുന്നു നിൽക്കുന്ന ഭഗവാന്റെ നാസം, മൂക്ക്. കവിളുകളോ ഹരിമണി മുകുരപ്രോല്ലസദ്ഗണ്ഡപാളി വ്യാലോലത് കർണപാശാഞ്ചിത മകരമണി കുണ്ടലദ്വന്ദ്വദീപ്രം. നല്ല ഒരു കണ്ണാടി പോലെയാണ് ഭഗവാന്റെ കവിള്. മിനുത്ത് തിളങ്ങണ കണ്ണാടി പോലെയുള്ള കവിള്. മരതകം കൊണ്ടുണ്ടാക്കിയിട്ടുള്ള കണ്ണാടി പോലെ അല്ല, ഇന്ദ്രനീലം കൊണ്ടുണ്ടാക്കിയ കണ്ണാടി പോലെയുള്ള കവിള്. നീലയും പച്ചയും കൂടിയുള്ള നിറം കലർന്നാലത്തെ ഒരു ഭംഗിയുണ്ടല്ലോ, ഭഗവാന്റെ നിറാണത്. ഭഗവാന്റെ കവിളിലേക്ക് നോക്കിയാൽ കണ്ണാടി പതിച്ചിരിക്കുകയാണോ എന്ന് തോന്നും. ഒരു കാരണം കൂടിയുണ്ട് അത് പറയാൻ. ഭഗവാൻ കാതിൽ അണിഞ്ഞിരിക്കുന്നത് മകരകുണ്ടലങ്ങളാണ്. മകരകുണ്ടലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മുതലേക്കാളൊക്കെ വലിയൊരു ഒരു മത്സ്യം, മകരമത്സ്യത്തിന്റെ ആകൃതിയിലുള്ള കർണാഭരണമാണ് ഭഗവാന്റെ. ആടിക്കളിക്കുന്ന ആ കർണാഭരണം അത് കവിളത്തങ്ങനെ നിഴലിച്ചു കാണണം. മിനുത്ത മിനുങ്ങുന്ന കണ്ണാടി പോലെയുള്ള കവിളായതുകൊണ്ട് അതില് കാതില് മാത്രല്ല കവിളിലും ആ മകരകുണ്ടലം ആടുന്നത് കാണാം. നിഴലാണ് കാണുന്നത്. അങ്ങനെ തിളങ്ങുന്ന കവിള്. ഉന്മീല ദന്തപംക്തി സ്ഫുരതരുണതര ഛായ ബിംബാദരാന്ത. വളരെ ചെറുതായിട്ട് വായ തുറന്നു വെച്ചിട്ടുണ്ട് ഭഗവാൻ. ചെറുതായിട്ട് ഉന്മീലനം ചെയ്തിട്ടുള്ള, തുറന്നു വെച്ചിട്ടുള്ള ആ വായ. ഭഗവാന്റെ വായിൽ മുല്ലപ്പൂ പോലെ നിരനിരയായിട്ട്, വെളുത്ത മുത്തുപോലെ നിരനിരയായിട്ട് നിൽക്കുന്ന പല്ല്. ഭഗവാന്റെ ചെറിയ മന്ദഹാസം. ചുണ്ടുകളാണെങ്കിലോ തൊണ്ടിപ്പഴത്തിൽ പോലെയാണ്. തൊണ്ടിപ്പഴം ഒരു ചെറിയ ചുവന്ന പഴമാണ്. ചുവന്ന നിറത്തിലുള്ള ചുണ്ടുകള്. അതിന്റെ ഇടയിൽ കൂടെ കാണുന്ന വെളുത്ത നിറത്തിലുള്ള പല്ലിന്റെ നിര. ഭഗവാന്റെ മന്ദസ്മിതം, പ്രീതി പ്രസ്യന്തി മന്ദസ്മിത മധുരതരം. ഭഗവാന്റെ ആ ചിരി, ആ ചിരിയില് ഭഗവാന്റെ അനുഗ്രഹം, പ്രീതി, പ്രസാദം മുഴുവൻ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള ചിരി അത് ഞാൻ നന്നായിട്ടതാ ഇവിടെ എനിക്ക് എന്നും തെളിഞ്ഞു കാണാറാവണം. ഇപ്പൊ കാണുന്നുണ്ട്, അതെനിക്ക് എപ്പോഴും തെളിഞ്ഞു കാണാറാവണം. അങ്ങനെ ഭഗവാന്റെ മുഖം വർണ്ണിച്ചു. ഇനി ഭഗവാന്റെ ദേഹം വർണ്ണിക്കുമ്പോൾ ആദ്യം കാണുന്നത് മുഖത്തിലേക്ക് വെച്ചിട്ടുള്ള കൈയാണ്. എന്തിനാണ് മുഖത്തിൽ കൈ വെച്ചിരിക്കുന്നത്? ഓടക്കുഴല് ചുണ്ടോട് അടുപ്പിക്കാൻ വേണ്ടിയിട്ട് അതിമനോഹരമായിട്ടുള്ള കൈവിരൽ കൊണ്ട് ഓടക്കുഴലിന്റെ ദ്വാരങ്ങൾ അങ്ങനെ മാറ്റി മാറ്റി പിടിച്ചുകൊണ്ട് ഏറ്റവും ഉദാത്തമായിട്ടുള്ള ഒരു രാഗം ചുരിഞ്ഞുകൊണ്ട് നിൽക്കുന്ന ആ ഭഗവാന്റെ മുഖത്തേക്ക് അടുപ്പിച്ച കൈകളെയാണ് കാണുന്നത്. ബാഹുദ്വന്ദ്വേന രത്നോജ്വലവലയഭൃതാ ശോണപാണി പ്രവാളൈനോപാത്താം വേണുനാളീം. ഭഗവാന്റെ രണ്ട് കൈകള്, അതില് വളകളായിട്ട് രത്നം പതിച്ച വളകൾ ഇട്ടിട്ടുണ്ട് ഭഗവാൻ. വളകൾ കൊണ്ട് ആവരണം ചെയ്യപ്പെട്ട തളിര് പോലെ. മാവ്, ചില വൃക്ഷങ്ങളൊക്കെ അതിന്റെ തളിര് നോക്കിയാൽ ഇളം ചുവപ്പ് നിറാണ്. ഭഗവാന്റെ ദേഹം മുഴുവനും നീല നിറാണ്, പച്ചിലകളുടെ നീല നിറാണ്. ഒരു മാവ് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത്
മാവിനില് നിറയെ മാവിൻ കൊമ്പ് മുഴുവനും പച്ച നിറാണ്. നീലയും പച്ചയും കറുപ്പും ചേർന്നിട്ടുള്ള ഒരു സാന്ദ്രമായിട്ടുള്ള നിറം. അങ്ങനെയുള്ള മാവിൻ ഇലകൾക്കിടയിൽ തളിര് കാണും. ചുവന്ന തളിര്. നമ്മൾ പറയില്ലേ, പവിഴം എന്ന് പറയില്ലേ, കോരൽ. പവിഴത്തിന്റെ നിറമുള്ള കൈകള്, ഭഗവാന്റെ കൈപ്പടം. അത് രണ്ട് കൈ കൊണ്ടും വേണു പിടിച്ചിട്ടുണ്ട്. ഓടക്കുഴൽ പിടിക്കാൻ രണ്ട് കൈ വേണമല്ലോ, അങ്ങനെ പിടിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ഭഗവാൻ അങ്ങനെ ഓടക്കുഴൽ പിടിക്കുന്ന സമയത്ത് ഭഗവാന്റെ നഖത്തിൽ നിന്നൊക്കെ വളരെ വെളുത്ത പ്രകാശം, നല്ല വെളുത്ത പ്രകാശം പ്രസരിക്കുന്നുണ്ട്. അങ്ങനെ ആകപ്പാടെ ചുവന്ന ഇളം ചുവപ്പ് നിറത്തുള്ള തളിര് പോലെയുള്ള കൈപ്പടവും ഈ വിരലുകളും ഭഗവാന്റെ കയ്യിൽ അണിഞ്ഞിരിക്കുന്ന രത്നങ്ങളുടെ തിളക്കവും എല്ലാം കൂടി വർണ്ണശബളമായിട്ടുള്ള ഒരു കാഴ്ച, വളരെ കളർഫുൾ ആയിട്ടുള്ള ഒരു കാഴ്ച. ആ ഓടക്കുഴല് അങ്ങനെ ചുണ്ടിനോട് ചേർത്ത് വെക്കുന്ന സമയത്ത് അതിൽ നിന്നൊഴുകുന്ന, ഓടക്കുഴലിൽ നിന്നൊഴുകുന്ന ആ രാഗമുണ്ടല്ലോ, അതിമനോഹരമാണ്. അത് ശബ്ദബ്രഹ്മം തന്നെയാണ്. സാധാരണ ശബ്ദബ്രഹ്മം എന്ന് പറയുന്നത് വേദത്തെയാണ്. വേദം ശബ്ദമാണ്. അത് ബ്രഹ്മത്തെ സൂചിപ്പിക്കുന്ന ശബ്ദമാണ്, ശബ്ദബ്രഹ്മമാണ്. ഇവിടെ ഭഗവാൻ പുറത്തേക്ക് ഒഴുകുന്നത് നാദബ്രഹ്മമാണ്. ആ നാദം തന്നെ ബ്രഹ്മമാണ്. നാദബ്രഹ്മത്തെ ഒഴുക്കിക്കൊണ്ട്, അതും ഭഗവാന്റെ കണ്ണിന്റെ പോലെ തന്നെ കാഴ്ച എങ്ങനെയാണോ എല്ലാ ലോകങ്ങളെയും 14 ലോകങ്ങളെയും തണുപ്പിക്കുന്നത്, അതുപോലെ തന്നെ 14 ലോകങ്ങൾക്കും സാന്ത്വനം കൊടുക്കുന്ന ശീതളിമയാണ് ഭഗവാന്റെ ഈ വേണുനാദത്തിന്. ശബ്ദബ്രഹ്മാമൃതൈസ്ത്വം ശിശിരിത ഭുവനൈഹി. എല്ലാ ലോകങ്ങളെയും തണുപ്പിക്കുന്ന ആ നാദാമൃതം. സിഞ്ചമേ കർണവീഥി. എന്റെ കർണവീഥികള്, എന്റെ കാതുകളുടെ ഉള്ളിൽ നിറയെ ആ നാദബ്രഹ്മം, നാദാമൃതം എന്റെ കാതുകളിൽ നിറയണേ. അതിലൂടെ എന്റെ ഹൃദയത്തിന്റെ അന്തരാളങ്ങളിലേക്ക് ആ അമൃതപ്രവാഹം എനിക്ക് കിട്ടണം. എത്രയോ ഒരു ദിവസം എത്രയോ കാര്യങ്ങൾ കേൾക്കുന്ന കാതുകളാണ് നമ്മളുടെ. ഭദ്രം കർണേഭി എന്നുള്ള പ്രാർത്ഥനയ്ക്ക് പ്രസക്തി വരുന്നത് അതാണ്. എന്റെ കാതുകൾ കൊണ്ട് നല്ല കാര്യങ്ങൾ മാത്രമേ ഞാൻ കേൾക്കാവൂ. ധാരാളം കേൾക്കാൻ തുറന്നു വെച്ചാൽ കേൾക്കാൻ ധാരാളം കാര്യങ്ങളുണ്ട്. എല്ലാം കേൾക്കണ്ട, ഭദ്രമായത് മാത്രം കേട്ടാൽ മതി. അതാണ് കാതിൽ വന്ന് വീഴേണ്ടത്. ഇനി ഇതിൽ പരം ഭദ്രമായിട്ട് എന്തൊരു നാദധാരയാണ് കിട്ടാനുള്ളത്? ഭഗവാന്റെ ഓടക്കുഴലിന്റെ നാദം. ജീവന്റെ ഉയർത്തുപാട്ടാണ് ഈ ഓടക്കുഴൽ വിളി. അരവിന്ദഘോഷൻ അങ്ങനെയാണ് പറയുന്നത്. ജീവനെ ഉണർത്തുന്ന പാട്ട്, ജീവനെ തുകിലുണർത്തുന്ന, ജീവനില് ജീവചൈതന്യം വമിപ്പിക്കുന്ന സംഗീതം. അത് എന്റെ കർണവീഥികളിൽ നിറയണേ ഭഗവാനെ. ഉത്സർപ്പത് കൗസ്തുഭശ്രീതതിപിരരുണിതം കോമളം കണ്ഠദേശം വക്ഷശ്രീവത്സരമ്യം തരളതര സമുദ്ദീപ്രഹാരദീപ്രഹാരപ്രധാനം നാനാവർണപ്രസൂനാവലികിസലയിനീം വന്യമാലാം വിലോലല്ലോലംബാം ലംബമാനാമുരസി തവ തഥാ ഭാവയേ രത്നമാലം. ഭഗവാന്റെ വേണുനാദം ശ്രദ്ധിച്ചുകൊണ്ട്, കൈകളുടെ ഭംഗി ശ്രദ്ധിച്ചുകൊണ്ട് അങ്ങനെ നോക്കുന്ന സമയത്ത് പിന്നെ ഭഗവാന്റെ കഴുത്താണ് കാണുന്നത്. കഴുത്തില് കൗസ്തുഭം അണിഞ്ഞിട്ടുണ്ട്. ഭഗവാൻ കൗസ്തുഭം മഹാവിഷ്ണുവിന്റെ ആഭരണമാണ്. മഹാവിഷ്ണു തന്നെയാണ് കൃഷ്ണസ്തു ഭഗവാൻ സ്വയം. കൃഷ്ണൻ ഭഗവാൻ തന്നെയാണ്. മഹാവിഷ്ണു പലപ്പോഴും അംശാവതാരമായിട്ട് ഈ ലോകത്തിൽ കാണപ്പെട്ടിട്ടുണ്ട്. പലപ്പോഴും ആവേശാവതാരമായിട്ട്, കലാവതാരമായിട്ട് ഈ ലോകത്തിൽ കാണപ്പെട്ടിട്ടുണ്ട്. മത്സ്യക്കൂർമ്മ വരാഹങ്ങളൊക്കെ ആയിട്ട് വരുമ്പോൾ ഭഗവാന്റെ ഒരു ഭാഗമാണ് അവിടെ അവതാരമായിട്ട് വരുന്നത്. രാമാവതാരത്തിലും കൃഷ്ണാവതാരത്തിലും പൂർണ്ണാവതാരം എന്നാണ് നമ്മൾ അവതാരങ്ങളെ പറ്റി പറയുന്നത്. കൃഷ്ണാവതാരത്തിലാണെങ്കിൽ
പരിപൂർണ അവതാരം എന്ന് പറയും. രാമാവതാരം പൂർണ്ണാവതാരാണ്, മര്യാദാ പുരുഷോത്തമനായിട്ടുള്ള ഭഗവാൻ. പക്ഷേ രാമലീല എടുത്താൽ അത് ഈ ലോകത്തിലെ ധാർമ്മികത സ്ഥാപിക്കാൻ വേണ്ടിയായിരുന്നു. കൃഷ്ണലീല എടുത്താൽ ധാർമ്മികത സ്ഥാപിക്കുന്നതോടൊപ്പം അധർമ്മം കാണിക്കുന്നവരെ അവരുടെ നിലയ്ക്ക് നിൽക്കാൻ വേണ്ടി അവർക്ക് മനസ്സിലാവുന്ന ഭാഷയില് അവരോട് സംസാരിക്കാനും അവരോട് സംവദിക്കാനും അവരോട് ഇടപഴകാനും അവരോട് വ്യവഹാരം നടത്താനും കഴിഞ്ഞിരുന്ന ഭഗവാൻ. അധർമ്മമാണെന്ന് നമുക്ക് പലപ്പോഴും തോന്നിയെന്ന് വരാം. ആ വിധത്തിൽ ലീലയാടാനുള്ള അതിനുള്ള സാമർഥ്യവും ചടുലതയും ഭഗവാനുണ്ടായിരുന്നു. അതുകൊണ്ട് എപ്പോഴും നമ്മുടെ ശ്രദ്ധയെ പിടിച്ചു നിർത്തുന്ന പരിപൂർണ അവതാരം ശ്രീകൃഷ്ണൻ തന്നെയാണ്. അങ്ങനെയുള്ള ശ്രീകൃഷ്ണാവതാര കാലത്ത് നമ്മൾ സാധാരണ ഭഗവാനെ വർണ്ണിക്കുമ്പോൾ വനമാല ഇട്ടിട്ടുണ്ടാവും. വൃന്ദാവനത്തിലൊക്കെ നടക്കുന്ന സമയത്ത് കാട്ടുപൂക്കൾ പറിച്ചു കൊണ്ടുവന്നിട്ട് മാലയിടും. അങ്ങനെയുള്ള ഭഗവാനെ വർണ്ണിക്കും. പക്ഷെ ഇവിടെ ഇരുന്ന് കാണുമ്പോൾ മേൽപ്പത്തൂർ ആചാര്യൻ അത് രണ്ടും കാണുന്നുണ്ട്. കൃഷ്ണൻ ധരിക്കുന്ന വനമാലയും കാണുന്നുണ്ട്, വിഷ്ണു ധരിക്കുന്ന കൗസ്തുഭവും കാണുന്നുണ്ട്. ചുവപ്പ് നിറത്തിലുള്ള ഒരു രത്നം. ആ രത്നം കഴുത്തിൽ അണിഞ്ഞിട്ടുണ്ട്. കോമളം കണ്ഠദേശം, മിനുമിനുത്ത കണ്ഠദേശം. അതിൽ നിന്നിങ്ങനെ ചുവന്ന തരംഗങ്ങള് ഉയർന്നു വരികയാണെന്ന് തോന്നുന്ന പോലെയുള്ള കണ്ഠദേശം, അതിലുള്ള കൗസ്തുഭം കൊണ്ട് അലങ്കരിക്കപ്പെട്ട കണ്ഠദേശം. വക്ഷശ്രീവത്സരമ്യം തരളതര സമുദ്ദീപ്രഹാരപ്രധാനം. ഭഗവാന്റെ വക്ഷസ്സിലാണെങ്കിൽ അതില് നമ്മൾ കാട്ടില് വൃന്ദാവനത്തിൽ നടക്കുന്ന കൃഷ്ണന്റെ വക്ഷസ്സിൽ നമ്മൾ കാണുന്നത് വനമാലയാണ്. ഇവിടെ ആ വനമാലയ്ക്കൊപ്പം കൗസ്തുഭത്തിനൊപ്പം ഭഗവാന്റെ ശ്രീവത്സം എന്ന മറുകുകൂടി കാണുന്നു. ശ്രീവത്സം ഒരാഭരണം പോലെയാണ്, പക്ഷെ ആഭരണമല്ല, അതൊരു മറുകാണ്. മറുക എന്ന് പറഞ്ഞാൽ നെഞ്ചത്തുണ്ടായൊരു സ്കാറാണ്. അത് തന്നെ ഭഗവാന്റെ നിത്യവാത്സല്യം, ഭക്തന്മാരോടുള്ള നിത്യവാത്സല്യം എടുത്തു ഓതുന്നതാണ് ഈ ശ്രീവത്സം എന്ന് പറഞ്ഞിട്ടുള്ള മറുക. ഭഗവാൻ വൈകുണ്ഠത്തില് മഹാവിഷ്ണു അങ്ങനെ ശയിക്കുകയായിരുന്നു, കിടക്കുകയായിരുന്നു. ആ സമയത്ത് തല വെച്ചിരിക്കുന്നത് മഹാലക്ഷ്മിയുടെ മടിയിലാണ്. പതിയും പത്നിയുമായിട്ട് ഇരിക്കുന്ന ഒരു നല്ല സന്തോഷമായിട്ടിരിക്കുന്ന ഒരു 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 ഗൃഹത്തില് ഇനി ഇതിലും നല്ലൊരു കാഴ്ച കാണാൻ പറ്റില്ല. അങ്ങനെ രമ്യതയിൽ അവരിയ്ക്കുന്ന ഒരു രംഗം. അവിടേക്ക് ലക്ഷ്മി ദേവിയുടെ അച്ഛനായിട്ടുള്ള ഭൃഗു മഹർഷി കടന്നു വരും. ഒരു പരീക്ഷണത്തിലായിരുന്നു ഭൃഗു മഹർഷി. കുറെ മഹർഷിമാരെ ഏൽപ്പിച്ചതാണ് ഭൃഗു മഹർഷിക്ക് ആ ദൗത്യം. ഏറ്റവും അധികം സാത്വിക സ്വഭാവം ആർക്കാണെന്നുള്ളത് അറിയണം. മഹാവിഷ്ണു തന്നെയാണ് ശിവനായിട്ടിരിക്കുന്നത്, മഹാവിഷ്ണു തന്നെയാണ് ബ്രഹ്മാവായിട്ടിരിക്കുന്നത്. പക്ഷെ ബ്രഹ്മാവായിട്ടിരിക്കുന്ന അവതാരത്തിലെ രാജസിക സ്വഭാവമാണ് സൃഷ്ടിക്ക് വേണ്ടിയിട്ട്. മഹാദേവ് ശിവനായിട്ടിരിക്കുന്ന സമയത്ത് സൃഷ്ടിയുടെ ലയത്തിന് വേണ്ടിയിട്ട്, സംഹാരത്തിന് വേണ്ടിയിട്ട് താമസിക രൂപം സ്വീകരിച്ചിരിക്കുന്ന അവതാരമാണ്. രണ്ടും വിഷ്ണു തന്നെയാണ്. സാത്വികത മുഴുവനും എടുത്ത് കൈയാളുന്നത് വിഷ്ണുവായിട്ടിരിക്കുമ്പോഴാണ്. അങ്ങനെ ഇതിൽ ആർക്കാണ് പക്ഷേ സാത്വികത, അതൊന്ന് തെളിയിക്കണം. അതിനു വേണ്ടിയാണ് ബ്രഹ്മാവിന്റെ അടുത്തും മഹാദേവന്റെ അടുത്തും ചെന്ന് അവരെ പ്രകോപിക്കുന്നത് പോലെ, പ്രൊവോക്കേറ്റ് ചെയ്യുന്നത് പോലെയൊക്കെ പെരുമാറി അവര് ദേഷ്യപ്പെട്ട് ആ ദേഷ്യത്തിൽ നിന്ന് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് രക്ഷപ്പെട്ട് ഓടി വന്നിരിക്കുകയാണ് വൈകുണ്ഠത്തിലേക്ക്. അവിടേക്ക് കടന്നു വന്നിട്ട് തൻ്റെ പുത്രിയുടെ മടിയില് തലവെച്ചിരിക്കുന്ന തൻ്റെ പുത്രി വല്ലഭൻ ജാമാതാവിന്റെ നെഞ്ചത്ത് ചവിട്ടുകയാണ് ചെയ്യുന്നത് ഭൃഗു മഹർഷി. ഉണർത്താൻ വേണ്ടിയിട്ട് കണ്ണടച്ച് കിടക്കുകയായിരുന്നു, പകുതി കണ്ണടച്ച് അങ്ങനെ കിടക്കുകയായിരുന്നു. ഉണർത്താൻ എന്നുള്ള ഭാവത്തിൽ നെഞ്ചത്ത് ചവിട്ടുകയാണ് ചെയ്യുന്നത്. ആരെങ്കിലും നമ്മളൊരു മൃഗത്തിനെ പോലും നെഞ്ചത്ത് ചവിട്ടി ഉണർത്താൻ ശ്രമിക്കില്ല. അങ്ങനെ ചെയ്തു. ഭഗവാന്റെ സാത്വികത പരീക്ഷിക്കാനാ. ഉടനെ ഭഗവാൻ കണ്ണു തുറന്നു, ചാടി എഴുന്നേറ്റു. ഭൃഗു മഹർഷിയാണോ വന്നിരിക്കുന്നത്? അങ്ങയുടെ കാല് എന്റെ നെഞ്ചത്ത് തട്ടിയിട്ട് അങ്ങയുടെ കാല് വേദനിച്ചു,
ആ മൃദുവായിട്ടുള്ള കാല് ഞാനൊന്ന് തഴുകി തരട്ടെ. എങ്ങനെയാണ് ഞാൻ ഈ വേദന ശമിപ്പിക്കുക എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു കൊടുക്കുകയാണ് ചെയ്തത്. പിന്നെ ഭൃഗു മഹർഷിക്ക് പരീക്ഷിക്കാനൊന്നും ഉണ്ടായിരുന്നില്ല. വേഗം അവിടുന്ന് തിരിച്ചുപോയി. തിരിച്ചു പോയിട്ട് അവരോട്, ആ മഹർഷിമാരോടൊക്കെ പറഞ്ഞു, എല്ലാ മൂർത്തികളിലും എല്ലാ അവതാരങ്ങളിലും വെച്ച് സാത്വിക പ്രഭ മുറ്റി നിൽക്കുന്നത് നമ്മുടെ മഹാവിഷ്ണുവിൽ തന്നെ എന്ന് പറഞ്ഞു. ഇവിടെ മഹാവിഷ്ണുവിനാണെങ്കിൽ ആ ചവിട്ടയിട്ടത്, ആ നെഞ്ചിലെ കറ, അത് പാട്, അതവിടെ തന്നെ സൂക്ഷിച്ചു ഭഗവാൻ. എന്തിനാണ്? ജനങ്ങൾക്ക് ഇത് എന്റെ നെഞ്ചത്തുള്ള ഒരു ആഭരണം പോലെ ഭഗവാൻ ജനങ്ങൾ അത് കാണട്ടെ. അവരോടുള്ള നിത്യവാത്സല്യത്തിന്റെ മാർക്കായിട്ടുള്ള ഈ മറുക് മായ്ച്ചു കളയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ ശ്രീവത്സരമ്യം അതിവിടെ ഇരുന്നിട്ട് മേൽപ്പത്തൂർ ആചാര്യൻ അത് കാണുന്നുണ്ട്. ശ്രീവത്സരമ്യം തരളതര സമുദ്ദീപ്ര ഹാരപ്രധാനം നാനാവർണ പ്രസൂനാവലി കിസലയിനീം വന്യമാലം വിലോലല്ലോലംബം ലംബമാനാം. നാനാ നിറങ്ങളിലുള്ള വന്യപുഷ്പങ്ങളെ കൊണ്ട്, വനപുഷ്പങ്ങളെ കൊണ്ട്, വൈൽഡ് ഫ്ലവേഴ്സ് അതുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള മാല. ആ മാല ഇങ്ങനെ നീളത്തിൽ കിടക്കുന്ന മാല ആടിക്കളിക്കുന്നുണ്ട്. ലോലംബം ലംബമാനാം, ആടിക്കളിക്കുന്ന ആ നീളത്തിലുള്ള മാല, അതാണ് ഉരസി ഭഗവാന്റെ മാറത്ത്. അതും അതോടുകൂടിയിട്ടുള്ള അനേകം രത്നമാലകളും. ഇതെല്ലാം ഞാൻ കാണുന്നു, ഞാനിതെല്ലാം ധ്യാനിക്കുന്നു ഭഗവാനെ. കവിത ചൊല്ലുന്നുണ്ട്, ഭഗവാനെ കാണുന്നുണ്ട്, ഇത് പറഞ്ഞു കൊടുക്കണുണ്ട് എഴുതാൻ വേണ്ടിയിട്ട്. അത് ധ്യാനാത്മകമായിട്ടാണ് ചെയ്യുന്നത്, ധ്യാന പുരസ്സരമാണ് അത് ചെയ്യുന്നത്. അംഗേ പഞ്ചാംഗരാഗൈ അതിശയ വികസത് സൗരഭാകൃഷ്ടലോകം ലീനാനേകത്രിലോകീ വിദതിമപി കൃശം ബിഭ്രതം മധ്യവല്ലിം ശക്രാശ്മന്യസ്തതപ്തോജ്വലകനകനിഭം പീതചേലം ദധാനം ധ്യായാമോ ദീപ്തരശ്മി സ്ഫുടമണിരശനാ കിങ്കിണീ മണ്ഡിതം ത്വം. ഭഗവാന്റെ ദേഹത്തിൽ നിന്ന് വമിക്കുന്ന സൗരഭ്യം ഇവിടെ ഇരുന്നിട്ട് മേൽപ്പത്തൂർ ആചാര്യൻ അത് കിട്ടുന്നുണ്ട്. മൂക്കുകൊണ്ടത് ഉള്ളിലേക്ക് അങ്ങനെ ഘ്രാണിച്ച് സായുജ്യം പ്രാപിക്കുകയാണ്. ഭഗവാന്റെ മാറിലുള്ള തുളസിയൊക്കെ ചേർത്തുണ്ടാക്കിയിട്ടുള്ള മാലകളിൽ നിന്ന് സുഗന്ധം വഹിക്കുന്നുണ്ട്. മാത്രല്ല ഭഗവാൻ 5 തരത്തിലുള്ള കുറിക്കൂട്ടുകൾ ചേർത്തിട്ടുള്ള അംഗരാഗം എന്ന് പറഞ്ഞാൽ ദേഹത്തിൽ പുരട്ടുന്നത്. അങ്കേ ദേഹത്തില്, ഭഗവാന്റെ ദേഹത്തില് പഞ്ചാംഗരാഗൈ 5 തരത്തിലുള്ള കുറിക്കൂട്ടുകൾ ചേർത്തിട്ടുള്ള, അതാണ് ഭഗവാൻ ദേഹത്തിൽ അണിഞ്ഞിരിക്കുന്നത്. അതിൻ്റെ അതിശയമായിട്ടുള്ള സൗരഭ്യം, വികസത് സൗരഭാകൃഷ്ട ലോകം, ലോകം മുഴുവനും അതിൽ നിന്ന് വമിക്കുന്ന സൗരഭ്യത്തില്, അതിൽ നിന്ന് പരക്കുന്ന സൗരഭ്യത്തില്, സുഗന്ധത്തില്, അതിൽ ഈ ലോകം മുഴുവനും ആകർഷിതമായിരിക്കും. ലോകത്തിനെ മുഴുവൻ അടുപ്പിക്കുകയാണ്, അടുത്തേക്ക് ഭഗവാൻ ആകർഷിച്ചടുപ്പിക്കുകയാണ്. അങ്ങനെയുള്ള ഭഗവാന്റെ ശരീരം. പിന്നെ ഭഗവാന്റെ വയറ്, തിരുവയറ്, ആലില പോലെ കൃശമാണ്, ആലില പോലെ മെലിഞ്ഞതാണ് ഉദരം. വലിയ കുംഭയല്ല, മെലിഞ്ഞിട്ടുള്ള ഉദരം. എന്നാലോ ഈ ഉദരം എങ്ങനെയുള്ളതാണ്? ഈ ഉദരത്തിൽ എത്രയോ ബ്രഹ്മാണ്ടങ്ങൾ ഈ ഉദരത്തിന്റെ ഉള്ളിൽ സ്ഥിതി ചെയ്യുന്നുണ്ട്. സംഹാരകാലത്ത് ഭഗവാൻ എല്ലാത്തിനെയും ഉള്ളിലേക്ക് വിഴുങ്ങും എന്നാണ് പറയുക. എത്രയോ ലോകങ്ങളെ മുഴുവനും, എത്രയോ ബ്രഹ്മാണ്ടങ്ങളെ മുഴുവനും ഉള്ളില് ഒതുക്കി നിർത്തുന്ന ഭഗവാന്റെ വയറ് പക്ഷേ നേർത്തതാണ്, അങ്ങനെയുള്ള ലീനമാണ്. ലീനാനേക ത്രിലോകി, അനേകം ത്രിലോകങ്ങളെ ഉള്ളില്. ലീനാനേക ത്രിലോകീ വിദതിമ അഭികൃശം, എന്നാലും കൃശമാണ്. അഭികൃശം ബിഭ്രതം മധ്യവല്ലിം,
സ്കന്ധങ്ങൾ എപ്പോഴും പരന്നിരിക്കണം. അതാണ് പുരുഷന്മാരുടെ ലക്ഷണം. അരക്കെട്ട് ഒതുങ്ങിയ ഒരു സിംഹത്തിന്റെ അരക്കെട്ട് പോലെ ഒതുങ്ങിയതായിരിക്കണം. ഭിഭ്രതം മധ്യവല്ലിം കൃശാം ഭിഭ്രതം മധ്യവല്ലിം. മെലിഞ്ഞിരിക്കണ മധ്യഭാഗം അരക്കെട്ട്. അതിലോ ധരിച്ചിരിക്കുന്നത് പീതചേലം, മഞ്ഞപ്പട്ട് ധരിച്ചിരിക്കുന്നു. ആ മഞ്ഞപ്പട്ടിനെ സ്ഥാനത്തുറപ്പിച്ച് നിർത്താൻ വേണ്ടിയിട്ട് പ്രകാശം തുളുമ്പുന്ന അനേകം ദിവ്യമായിട്ടുള്ള മണികള്, രത്നങ്ങള് പതിച്ചിട്ടുള്ള ഒരു അരഞ്ഞാണമുണ്ട് ഭഗവാന്. അങ്ങനെയുള്ള അരഞ്ഞാണത്തോടു കൂടിയിട്ടുള്ള പീതചേലം ധരിച്ച ഭഗവാനെ ഞാനിതാ കണ്ടുകൊണ്ടിരിക്കുന്നു. ഇതെന്നും ദർശന സൗഭാഗ്യമായിട്ട് എനിക്ക് കിട്ടണേ ഭഗവാനെ. അംഗങ്ങളായിട്ട് ഓരോരോ അംഗങ്ങളായി വർണ്ണിച്ചു വരികയാണ്. ഊരു ചാരു തവോരു ഘനമസൃണരുചൗ ചിത്തചോരൗരമായ വിശ്വക്ഷോഭം വിശങ്ക്യ ധ്രുവമനിശമുഖൗ പീതചേലാവൃതംഗൗ ആനമ്രാണാം പുരസ്താന്യസന ധൃതസമസ്താർത്ഥപാളീ സമുദ്ഗച്ഛായം ജാനുദ്വയം ച ക്രമപൃഥുലമനോജ്ഞേ ച ജംഘേ നിഷേവേ. ഭഗവാന്റെ അരക്കെട്ട് വർണ്ണിച്ചു. ഇനി ഭഗവാന്റെ തുടകളാണ്, തൃത്തുടകളാണ് വർണ്ണിക്കാനുള്ളത്. അതെങ്ങനെയാണ്? ഭഗവാന്റെ തുടയിലെ മസിൽസ്, തുട മിനുത്തതാണ്, നല്ല മൃദുലമാണ്, മിനുത്തതാണ്. അത് എന്നും ശ്രീ മഹാലക്ഷ്മിയുടെ മനസ്സിനെ ഹരിച്ചിട്ടുള്ളതാണ്, രമയെ ആകർഷിച്ചിട്ടുള്ളതാണ് ഭഗവാന്റെ ദേഹ സൗകുമാര്യം. ഇനി ലോകം മുഴുവനും അത് കണ്ടിട്ട് ഭ്രമിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണോ എന്നറിയില്ല ഭഗവാൻ ഈ മഞ്ഞപ്പട്ട് ഉടുത്തിരിക്കുന്നത്. ആ മഞ്ഞപ്പട്ട് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. മഞ്ഞപ്പട്ടിനെ പറ്റി ഒന്ന് വിവരിക്കുമ്പോ കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു, ശക്രാശ്മന്യസ്തോജ്വല കനകനിഭം. ഭഗവാന്റെ ദേഹം, ശക്രൻ എന്ന് പറഞ്ഞ ഇന്ദ്രനാണ്. ശക്രനാകുന്ന അശ്മം എന്ന് പറഞ്ഞ കല്ലാണ്. ശക്രാശ്മം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ദ്രനീലം. ആ ഇന്ദ്രനീല കല്ലിന്റെ നിറമാണ് ഭഗവാന്റെ ദേഹത്ത്. നമ്മളൊന്ന് സങ്കല്പിച്ചു നോക്കൂ. ഒരു ചെറിയ മല, ആ മലയുടെ നിറം ഇന്ദ്രനീലമാണ്. അതില് ഒരു മഞ്ഞ നിറത്തിലുള്ള ഒരു വസ്ത്രം പതിഞ്ഞു നിൽക്കണു. നീലയും മഞ്ഞയും കൂടിയിട്ടുള്ള ആ ചേർച്ച, അതാണ് ഇവിടെ വീണ്ടും എടുത്തു പറയുന്നത്. എന്തിനാണ് ഇങ്ങനെ പരത്തി ഈ പീതചേലം ഉടുത്തിരിക്കുന്നത്? തുട മുഴുവനും മറച്ചുകൊണ്ട് തുടയുടെ ഭംഗി കണ്ടിട്ട് ഇനി ലോകം മുഴുവനും ഭ്രമിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. വിശ്വക്ഷോഭം, ലോകം മുഴുവനും ക്ഷോഭിക്കും ഈ കാഴ്ച കണ്ടാൽ. അതിസുന്ദരമായിട്ടുള്ള കാഴ്ച. അത് വിശങ്ക്യ, അന്ന് ശങ്കിച്ചിട്ടാണോ നന്നായിട്ട് പീതചേലം കൊണ്ട് നന്നായി ചുറ്റി വരിഞ്ഞു ഉടുത്തിരിക്കുന്നത്. ആനമ്രാണം പുരസ്താന്യസനധൃത സമസ്താർത്ഥപാളീ സമുദ്ഗച്ഛായം ജാനുദ്വയം ച ക്രമപൃഥുലമനോജ്ഞേ ച ജംഘേ നിഷേവേ. ഇങ്ങനെ പട്ടുകൊണ്ട് മുഴുവനും മറയ്ക്കാൻ ശ്രമിക്കുന്ന സമയത്തും ഭഗവാന്റെ ജാനുദ്വയം, രണ്ട് മുട്ടുകള് നമുക്കൊരാളുടെ മുട്ട് കാണുന്ന സമയത്ത് അവിടെ എന്തോ ഒരു ചെപ്പ് വെച്ചിരിക്കുകയാണെന്ന് തോന്നും. അങ്ങനെയാണ് മുട്ടിന്റെ ആകൃതി. ഭഗവാന്റെ മുട്ടുകളും ചെപ്പ് തന്നെയാണ്. ആ ചെപ്പിൽ എന്താണ് വെച്ചിരിക്കുന്നത്? ഈ ലോകത്തിലുള്ളവരുടെ മുഴുവനും ആഗ്രഹങ്ങൾ അങ്ങനെ അവർക്ക് ഇട്ടുകൊടുക്കാൻ വേണ്ടി അതിൽ മുഴുവനും ഭഗവാന്റെ ജാനുദ്വയത്തില് ഭഗവാന്റെ ഈ അനുഗ്രഹം മുഴുവനും അവിടെ കൂട്ടി വെച്ചിരിക്കുകയാണ്. അങ്ങനെയല്ല, ലോകത്തിന് മുമ്പിൽ നമസ്കരിക്കുന്നവർക്ക് അങ്ങനെ വെച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അതില് എല്ലാ ആഗ്രഹങ്ങളുടെ പൂർത്തീകരണവും അതിൽ ഒതുക്കി വെച്ചിരിക്കുകയാണ്. അങ്ങനെയുള്ള മുട്ടുകള്. അത് കഴിഞ്ഞിട്ടോ, മുട്ട് കഴിഞ്ഞിട്ട് കണങ്കാലിലേക്ക് എത്തുന്ന, അതായത് കാലിന്റെ മടമ്പ് എത്തുന്നത് വരെയുള്ള
മുട്ടിന്റെ കാലിന്റെ ഭാഗം ഉണ്ടല്ലോ, അതോ അത് അതിമനോജ്ഞമാണ്. മുട്ടിന്റെ ഭാഗത്ത് അത് നല്ല തടിച്ചതാണ്. കാലിന്റെ ഈ പാദത്തിലേക്ക് വരുമ്പോഴേക്ക് അതങ്ങനെ തടി കുറഞ്ഞു വന്നിട്ടാണ്. ഉത്തമ ലക്ഷണമാണ് ഭഗവാന്റെ. അതാണ് എടുത്തെടുത്ത് പറയുന്നത്. കണങ്കാല് ഈ കണങ്കാല് തടിച്ചതാവരുതെന്നാണ് പറയുക. മടമ്പിന്റെ നേരെ മുകളിലുള്ള ഭാഗം അല്പം കൃശമായിട്ടിരിക്കണം. അതാണ് ലക്ഷണം. അങ്ങനെയാണ് ഭഗവാന്റെ. ഇത് മുഴുവനും ഭഗവാനെ ഞാൻ വേണ്ട പോലെ ഞാൻ ഇത് മുഴുവനും നിഷേവേ, ഞാൻ ഇതിനെ മുഴുവനും സേവിക്കുന്നു, ഭജിക്കുന്നു ഭഗവാനെ. ഈ ദർശന സൗഭാഗ്യം വേറെ എവിടെ കിട്ടും? അതുല്യമായിട്ടുള്ള ദർശന പുണ്യം. ഓരോരോ അംഗങ്ങളെ എടുത്തിട്ട് അംഗപ്രത്യംഗം ഞാൻ അവിടുത്തെ ഭജിക്കണു. ഓരോരോ ഭാഗങ്ങളായിട്ട് എടുത്തിട്ട് എന്നും ഇത് കാഴ്ചയിലുണ്ടാവണം. മരണാന്ത്യം, മരണം വരെ, ആ മരണം ജീവിതാന്ത്യം വരെ അനായാസേന മരണം. അവസാനം എന്താ വേണ്ടത്? ഭഗവാന്റെ ദേഹിമേ, അവിടുത്തെ സാന്നിധ്യം, അവിടുത്തെ സാമീപ്യം. ഓട്ടൂർ ഉണ്ണി നമ്പൂരിപ്പാട് എപ്പോഴും പറയും, ഇനി ഭഗവാന്റെ കാലുകളാണ് വർണ്ണിക്കുന്നത്. അദ്ദേഹം പാടും, അതായത് ഗോപാംഗന, നന്ദഗോപരുടെ പത്നി ഗോപാംഗന, അല്ലെങ്കിൽ യശോദര പോലെയുള്ള മറ്റുള്ള ഗോപസ്ത്രീകള്, അവരുടെയൊക്കെ ഗൃഹങ്ങളിലേക്ക് പോകുമ്പോ ഉമ്മറത്ത് തന്നെ ഉറി തൂക്കിയിട്ടിട്ടുണ്ടാവും. ആ ഉറിയില് വെണ്ണയോ പാലോ ഒക്കെ വെച്ചിട്ടുണ്ടാവും. അത് എടുക്കാൻ വേണ്ടിയിട്ട്, ചെറിയ കുട്ടിയാണ്, ഉയരമില്ല, അവരകത്തേക്കൊക്കെ പോയ സമയത്ത് പെട്ടെന്ന് എടുക്കണം. അതിനു വേണ്ടി തത്രപ്പെട്ടിട്ട് അവിടെയുള്ള പടിയുടെ മുകളില്, അങ്ങനെയല്ലേ പണ്ടൊക്കെ ഉമ്മറത്ത് പടി ഉണ്ടാവുമല്ലോ, ആ പടിയുടെ മുകളിൽ കയറി നിൽക്കും. കയറി നിന്നിട്ട് പിന്നെ ഉറിയിലേക്ക് പിടിക്കും. ആ വെണ്ണ എടുക്കാൻ, പാലെടുക്കാനുള്ള തത്രപ്പാടില് കാല് രണ്ടും ആ ഇവിടെ ഊന്നി നിൽക്കുന്ന കാലിടയ്ക്ക് അവിടുന്ന് വിട്ടുപോകും. എന്നിട്ട് അങ്ങനെ ആടിക്കളിക്കും. എന്റെ ഭഗവാനെ, എല്ലാ ലോകങ്ങളും നമിക്കുന്ന ഈ കാലുകൊണ്ട് അവിടുന്ന് ഇവിടെ കാണിക്കുന്ന ഈ കസരത്തുണ്ടല്ലോ, എന്റെ ഈശ്വര, ഇത് എന്റെ അവസാന നിമിഷത്തിൽ ഞാൻ ഓർക്കണം. പുറം കാഴ്ചകളൊന്നും ഇല്ലെങ്കിലും ഉൾക്കാഴ്ച മാത്രമായിട്ട് ഞാൻ കിടക്കുമ്പോ അവിടെ ഞാൻ ഈ കാലടികളെ കാണണേ എന്നും എന്ന് പറഞ്ഞിട്ട് അനേകം ശ്ലോകങ്ങളുണ്ട് അദ്ദേഹത്തിന്റെ. ഭഗവാനെ മുന്നിൽ കണ്ണുകൊണ്ട് സാനന്ദം മണി കെട്ടി, മണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് കിങ്കിണി, കാലിലിട്ടിട്ടുള്ള പാദസരം. സാനന്ദം മണി കെട്ടി മന്ദഹസിതം വർഷിച്ചു നന്ദാംഗനാഗേഹത്തിൻ മണികുട്ടിമത്തിൽ അണികാലൊന്നും മറക്കമ്പിനെ. ഭോ ഭോ മാനസ മൃത്യുവേളയിൽ നീ വിശേഷിച്ചും ഓർക്കേണം, മറക്കാതെ മിഴികളെ കാണുവാൻ നിങ്ങൾക്കു സാധിക്കണം. ഈ നിൽക്കുന്ന കുട്ടി ആരാണറിയോ? അത് മറക്കാമ്പാണ്. മറ എന്ന് പറഞ്ഞ വേദം, വേദസാരമാണ്. മറക്കാമ്പാണ്. ഈ ഗോപാംഗനയുടെ ഗൃഹത്തില് അണികാലൂന്നി നിൽക്കുന്ന മണികുട്ടിമം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭംഗിയുള്ള തിണ്ണയുടെ മുകളില് കാലൂന്നി നിൽക്കുന്ന ഈ കുഞ്ഞുണ്ടല്ലോ, ഇത് മറക്കാമ്പാണ്. ആ മറക്കാമ്പിനെ, ആ വേദസാരം, ആ പരബ്രഹ്മ തത്വം, അത് മരിക്കണ സമയത്ത് ഞാൻ ഓർക്കണം. എൻ്റെ കണ്ണിന്റെ മുമ്പിലാണെങ്കിൽ ഈ കുഞ്ഞ് തന്നെ, ഈ കുഞ്ഞിന്റെ പാദങ്ങൾ തന്നെ കാണണം. ഫിലോസോഫിക്കലായിട്ടുള്ള ഒരു കാര്യവും ഒരു എൻറ്റിറ്റിയും ഒരു തത്വവും കണ്ണിന്റെ മുമ്പിൽ സൂക്ഷ്മമായിട്ട് ഗ്രോസ് ആയിട്ട് കാണുന്ന ഒരു വസ്തുവും അത് തമ്മിലുള്ള ഐക്യം ഇവിടെ ഭഗവാനിൽ സാധിക്കണം. ഭഗവാൻ എന്ന് പറഞ്ഞാൽ, ഭഗവാന്റെ രൂപം കാണാന്ന് പറഞ്ഞാൽ സ്ഥൂലമായ ഒന്നിനെ കാണുന്നത് പോലെയാണ്. പക്ഷെ അത് ഏറ്റവും അധികം ഫിലോസോഫിക്കലായിട്ട് നോക്കുകയാണെങ്കിൽ ഏറ്റവും ഉയർന്ന ഒരു തത്വമാണ്. അത് രണ്ടും ഒന്നിച്ച് ചേരുന്നതാണ് ഭഗവാന്റെ ഈ കാലിന്റെ മഹാത്മ്യം. അങ്ങനെയുള്ള ആ കാല്, അതാണ് അടുത്തതിൽ വർണ്ണിച്ചിരിക്കുന്നത്. ഇപ്പോ കണങ്കാല് വരെ എത്തി നിൽക്കുകയാണ്. ഇനി ഭഗവാന്റെ പാദങ്ങള്, ആ പാദത്തിന്റെ മഹാത്മ്യം ആർക്ക് വർണ്ണിക്കാൻ വേണ്ടി പറ്റും?
എത്രയോ കാലുകള് എത്ര എത്ര ജനങ്ങൾക്ക് ഒരു ആശ്രയ കേന്ദ്രമാണത്. ആ കാലൊന്ന് തട്ടിയാൽ മതി. രാമാവതാര കാലത്ത് പറയുന്നുണ്ടല്ലോ, ഒരു ശിലയുടെ മോളില് അത് തട്ടിയ സമയത്ത്, പാറയുടെ മോളിലത് തട്ടിയ സമയത്ത് അവിടെ ഒരു സുന്ദരി ആവിർഭവിച്ചു. ആര്യയ്ക്ക് മോക്ഷം കൊടുക്കുന്നതിനെ പറ്റിയിട്ടാണ്. അങ്ങനെയുള്ള കാലുകൾ, ഭഗവാന്റെ കാല്, അതാണ് അടുത്തതിൽ വർണ്ണിക്കുന്നത്. മഞ്ജീരം മഞ്ജുനാഥൈരിവ പഥഭജനം ശ്രേയ ഇത്യാലപന്തം പാദാഗ്രം ഭ്രാന്തിമജ്ജത് പ്രണതജനമനോ മന്ദരോദ്ധാരകൂർമ്മം ഉത്തുംഗാതാമ്രരാജൻ നഖരഹിമകര ജ്യോത്സ്നയാ ചാശ്രിതാനാം സന്താപധ്വാന്തഹന്ത്രീം തതിമനുകലയേ മംഗലാമംഗുലീനാം. ഭഗവാൻ കാലില് കിങ്ങിണി അണിഞ്ഞിട്ടുണ്ട്. ആ കിങ്ങിണി ഭഗവാൻ ഇങ്ങനെ നടക്കുമ്പോ അത് കിലുങ്ങിക്കൊണ്ടേയിരിക്കും. വെറുതെ നിൽക്കുമ്പോഴും കാലുകൊണ്ട് താളം പിടിച്ചുകൊണ്ടിരിക്കും. അപ്പോഴും ആ കിങ്ങിണി ഇളകിക്കൊണ്ടിരിക്കും. അപ്പോഴൊക്കെയും കിങ്ങിണിയുടെ നാദം കേൾക്കാറാവും. ആ നാദം നമ്മളോട് വിളിച്ചു പറയുന്നത് എന്താണ്? അത് ആലപിക്കുന്നത് എന്താണ്? പദഭജനം ശ്രേയ, ഈ കാലുകളെ ഭജിക്കൂ. അതാണ് അനുഗ്രഹീത ഗായികയായിട്ടുള്ള പി ലീല എന്ന് പറഞ്ഞിട്ടുള്ള ആ ശ്രേഷ്ഠ വനിത. അവര് ഇത് ചൊല്ലിയ സമയത്ത് 3 പ്രാവശ്യമായിട്ടാണ് അവൻ മഞ്ജീരം മഞ്ജുനാഥൈരിവ പദഭജനം ശ്രേയ, പദഭജനം ശ്രേയ, പദഭജനം ശ്രേയ. പുസ്തകത്തിൽ ഒരു പ്രാവശ്യമേ ചൊല്ലുന്ന സമയത്ത് അത് 3 പ്രാവശ്യം ചൊല്ലിയിട്ടുണ്ട്. അങ്ങനെ ചൊല്ലിയതിന് സാങ്കത്യമുണ്ട്. അതെന്താണ്? പദഭജനം ശ്രേയ, ശ്രേയസ്സിനായിക്കൊണ്ട് നിൽക്കുന്നത് ഈ പാദങ്ങളെ ഭജിക്കുന്നതാണ്, ഈ പാദങ്ങളെ ഭജിക്കുന്നതാണ് എന്ന് അനവരതം അനുസ്യൂതം ഉദ്ഘോഷിക്കുന്നതാണ് ആ കിങ്ങിണിയുടെ നാദം. ഇത്യാലബന്ധം എന്നിങ്ങനെ ആലപിച്ചു കൊണ്ടിരിക്കുകയാണ് ആ കിങ്ങിണി നാദം. മഞ്ജീരം മഞ്ജുനാഥൈപദഭജനം ശ്രേയ ഇത്യാലബന്ധം പാദാഗ്രം ഭ്രാന്തിമജ്ജത് പ്രണതജനമനോ മന്ദരോദ്ധാരകൂർമ്മം. നമ്മളുടെ വിഷമിച്ചു കൊണ്ടിരിക്കുന്ന മനസ്സിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരിടത്ത് നമുക്ക് പറയുമ്പോൾ അത് പറയാം, തീ ആളുന്നത് പോലെ ഈ മനസ്സ് കത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയാം. ഇനി അതേ മനസ്സിനെ നമുക്ക് പറയാം, ഒരു അർത്ഥവ്യത്യാസം ഇല്ലാതെ നമുക്ക് പറയാം, സങ്കടത്തിന്റെ സമുദ്രത്തിൽ മുങ്ങിയിരിക്കുകയാണ് നമ്മളുടെ മനസ്സ് എന്ന് പറയാം. അത്രയ്ക്കും ഈ ലോകം മുഴുവനും ഉരുകിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള പണ്ട് ഈ ഭൂമി തന്നെ രസാതലത്തിലേക്ക് മുങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു. കൂർമാവതാര കാലത്ത് ആ ഭൂമിയെ ഉദ്ധരിക്കാൻ വേണ്ടിയാണ് ഭഗവാൻ കൂർമ്മത്തിന്റെ രൂപം പൂണ്ട് മുകളിലേക്ക് വന്നത്. അങ്ങനെയുള്ള കൂർമ്മത്തിന്റെ പുറന്തോട് എങ്ങനെയാണ്? പുറന്തോട് ഇങ്ങനെ വളഞ്ഞിട്ടാണ്. ഇതുപോലെയാണ് ഭഗവാന്റെ കാലിങ്ങനെ നിലത്ത് വെച്ചത് കണ്ടാൽ കാലിന്റെ മുകൾ ഭാഗം ഉണ്ടല്ലോ, അതിങ്ങനെ വളഞ്ഞിട്ടാണ്. അത് വലിയൊരു ലക്ഷണാണ്. ഇങ്ങനെ ഭഗവതിയെ പറ്റി പറയുന്ന സമയത്ത് ലളിതാ സഹസ്രനാമത്തിൽ പറയേണ്ട ഗൂഢകുൽഭ കൂർമ്മപൃഷ്ഠ, കൂർമ്മത്തിന്റെ പുറന്തോട് മാതിരി. അങ്ങനെയാണത് ഇവിടെയും പറയുന്നു. മന്ദരോദ്ധാര കൂർമ്മം, പ്രണതജന മന്ദരോദ്ധാര കൂർമ്മം. അന്ന് ഭൂമി താഴത്തേക്ക് പോയി. ഭൂമി താഴത്തേക്ക് പോയത് വരാഹാവതാര കാലത്താണ് കേട്ടോ. പിന്നെ കൂർമാവതാര കാലത്ത് ഭൂമിയല്ല താണ് പോയത്, മന്ദര പർവ്വതമാണ് താഴത്തേക്ക് പോയത്. അസുരന്മാരും ദേവന്മാരും കൂടി വാസുകിയെ കടകോലാക്കിയിട്ട് ക്ഷീരസാഗരം പാലാഴി മതിക്കുന്ന സമയത്ത് മന്ദര പർവ്വതമാണ് താഴത്തേക്ക് പോകുന്നത്. ആ മന്ദര പർവ്വതത്തെയോടാണ് നമ്മളുടെ മനസ്സിനെ ഇവിടെ ഉപമിച്ചിരിക്കുന്നത്. താഴത്തേക്ക് ആണ്ട് താഴത്തേക്ക് പോണ മന്ദര പർവ്വതം പോലെയാണ് നമ്മളുടെ മനസ്സ്. ആ മനസ്സിനെ ഉദ്ധരിക്കാൻ വേണ്ടിയിട്ട്, അന്ന് മന്ദര പർവ്വതത്തെ പൊന്തിച്ചു നിർത്താൻ വേണ്ടിയിട്ട് ഭഗവാൻ എങ്ങനെയാണോ കൂർമാവതാരമായിട്ട് വന്നത്, ആമയുടെ രൂപത്തിൽ വന്നത്, അതുപോലെയാണ് ഇപ്പൊ ഇവിടെ ഭഗവാന്റെ കാല് നോക്കിയാൽ ആമയുടെ പുറന്തോട് മാതിരിയാണ് ഭഗവാന്റെ കാലിന്റെ മുകൾ ഭാഗം.
സങ്കടപ്പെട്ട് താഴത്തേക്ക് പോണത്, ഭ്രാന്തി മജ്ജത്, പലതരത്തിലും വിക്ഷേപം വന്ന് വിഭ്രാന്തമായിട്ടുള്ള മനസ്സുമായിട്ട് താഴ്ന്നു പോണ മനസ്സാകുന്ന മന്ദര പർവ്വതത്തെ ഉദ്ധരിക്കാൻ വേണ്ടി അവതരിച്ച കൂർമ്മമാണെന്ന് തോന്നിപ്പിക്കുന്ന വിധത്തില് വളഞ്ഞ് ഉയർന്ന പുറംതോടുള്ള കൂർമ്മത്തിന്റെ പൃഷ്ഠഭാഗം പുറംഭാഗം ഓർമ്മിപ്പിക്കുന്ന വിധത്തിലുള്ള പാദങ്ങളുമായിട്ട് ഭഗവാൻ അങ്ങനെ നിൽക്കണം. അങ്ങനെയുള്ള ഭഗവാൻ, ആ ഭഗവാന്റെ തുടുത്ത വിരലുകള്, നേരത്തെ കയ്യിനെ പറ്റി പറയുമ്പോ പറഞ്ഞു തളിരില പോലെയാണെന്ന് പറഞ്ഞു. തളിരില പോലെയുള്ള കയ്യില് വിരലുകളിൽ നിന്ന് പ്രകാശം, വെളുത്ത പ്രകാശം വമിക്കുന്നു എന്ന് പറഞ്ഞു. അതേപോലെ തന്നെയാണ് കാലിലും ഉത്തുംഗാതാമ്രരാജൻ നഗര, ആതാമ്രം ചെമ്പിന്റെ നിറത്തിലുള്ള ചുവന്ന ഈശൽ ചുവപ്പ് നിറമുള്ള ഭഗവാന്റെ കാല്, ആ കാലിന്റെ വിരലുകളില് നല്ല വെളുത്ത നിറത്തിലുള്ള നഖം, ആ നഖം പ്രസരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് നല്ല വെണ്ണിലാവാണ്, മൂൺലൈറ്റ് എന്ന് തോന്നുന്ന വിധത്തിലുള്ള ഹിമകര ജ്യോത്സ്നയ, ചന്ദ്രന്റെ വെളിച്ചമാണ്, ചന്ദ്രപ്രഭയാണ്, വെണ്ണിലാവാണ് എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിലാണ് ഭഗവാന്റെ കാലിൽ നിന്നുള്ള, കാൽ നഖങ്ങളിൽ നിന്നുള്ള പ്രകാശം അവിടെ പ്രസരിക്കുന്നത്. ഉത്തുംഗാതാമ്രരാജൻ നഗര ഹിമകര ജ്യോത്സ്നയാശ്രിതാനം സന്താപദ്വാന്ദ്വഹന്ത്രീം. എന്തിനാണ് ഈ കാലും കയ്യുമൊക്കെ ഇങ്ങനെ വെളുത്ത പ്രകാശം, ധവള പ്രകാശം പുറപ്പെടുവിച്ചു കൊണ്ടിരിക്കുന്നത്? അത് നമ്മളുടെയൊക്കെ മനസ്സിലെ ഈ ലോകത്തിന്റെ ദുഃഖമാകുന്ന ഇരുട്ടിനെ, തമസ്സിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ്. ഇരുണ്ട രാത്രിയില് നല്ല ചന്ദ്രപ്രകാശമുള്ളപ്പോ നമുക്ക് നന്നായിട്ട് കാണാം. പിന്നെ നമുക്കൊരു ടോർച്ച് വേണ്ട. ഒരു പൗർണമിയില് നമ്മൾ നടന്നു പോവുകയാണെങ്കിൽ, അതുപോലെ ഇരുട്ടിനെ ഇല്ലാതാക്കാൻ വേണ്ടിയാണ്, സന്താപമാകുന്ന ഇരുട്ടിനെ, സന്താപദ്വാന്തഹന്ത്രീം, ഇരുട്ടിനെ ഇല്ലാതാക്കുന്ന ആ പ്രകാശമുണ്ടല്ലോ, ഏറ്റവും അധികം മംഗളം നൽകുന്ന അങ്കുലികളുടെ പ്രകാശം, വിരലുകളുടെ പ്രകാശം, ഈ ലോകത്തെ മുഴുവനും മംഗളമയമാക്കുന്ന പ്രകാശം, അതും ഞാൻ നല്ല പോലെ ധ്യാനിക്കണു എന്ന് പറഞ്ഞു. എന്നിട്ട് കാല് വർദ്ധിച്ചു കഴിഞ്ഞു. പക്ഷെ കൃഷ്ണാവതാര കാലത്തില് ഒരു കാല് നിലത്ത് ഊന്നി മറ്റേ കാല് പിണച്ചു വെച്ചിട്ടാണ് ഭഗവാൻ നിൽക്കാറുള്ളത്. കാലിങ്ങനെ പിണച്ചു വെക്കുന്ന സമയത്ത് ഒരു ഭാഗത്തിൽ കൂടെ നമുക്ക് കാലിന്റെ പിൻഭാഗവും കാണാം, അടിഭാഗം കാണാം. നമ്മൾ നിലത്ത് കുത്തണ ഭാഗമല്ലേ, ആ ഭാഗം സാധാരണ ഈശ്വരന്മാർക്ക് അത് കാണില്ല. കൃഷ്ണാവതാര കാലത്ത് അത് കാണും. ഭഗവാന്റെ കാലില് ഒരു കാലം അങ്ങനെ വെച്ചിട്ടുള്ളതുകൊണ്ട്. അതുപോലും ഇവിടെ ഇരുന്നിട്ട്, ഈ വാതിൽ മാടത്തിൽ ഇരുന്നിട്ട് മേൽപ്പത്തൂർ ആചാര്യൻ കാണുന്നുണ്ട്. യോഗീന്ദ്രാണം ത്വദംഗേഷ്വധിക സുമധുരം മുക്തിഭാജം നിവാസോ ഭക്താനം കാമവർഷദ്വിതരുകിസലയം നാഥതേ പാദമൂലം നിത്യം ചിത്തസ്ഥിതം മേ പവനപുരപതേ കൃഷ്ണ കാരുണ്യ സിന്ധോ കൃത്വാ നിശേഷതാപാൻ പ്രതിശതു പരമാനന്ദ സന്തോഹലക്ഷ്മീ. ഈ കാലുകളുണ്ടല്ലോ, ഇത് കാണാൻ വേണ്ടിയിട്ടാണ് യോഗികള് അവരുടെ തപസ്സിന്റെ, അവരുടെ ധ്യാനത്തിന്റെ അഗാധതയില് അവർക്ക് കാഴ്ച കിട്ടേണ്ടത് ഈ കാലുകളാണ്. അങ്ങനെ അവരുടെ ധ്യാനത്തിന്റെ മറ്റെങ്ങും മനസ്സ് പോവാതെ ഏകാഗ്രമായിട്ട് വെച്ചിരിക്കണം. മനസ്സ് അതിന്റെ ആഴം ആലോചിക്കുമ്പോൾ അതൊരു സമുദ്രത്തെ പോലെയാണ്. ആ ആഴത്തിൽ അവര് കാണാൻ ശ്രമിക്കുന്നത് ഈ ഭഗവാന്റെ കാലുകളാണ്. ഗോപികമാര് അവസാനം പറയുന്നുണ്ട്, സമന്ത പഞ്ചകത്തിൽ വെച്ച് ഭഗവാനെ കാണുന്ന 11 വയസ്സായപ്പോ പോയതാണ് മധുരയിൽ നിന്ന്, വൃന്ദാവനത്തിൽ നിന്ന് മധുരയ്ക്ക് പോയതാണ്. പിന്നെ ഭഗവാൻ അവിടുന്ന് ദ്വാരകയ്ക്ക് പോയി, പിന്നെ പലപ്പോഴും ഹസ്തനപുരത്തിൽ പോയി. അങ്ങനെയുള്ള ഭഗവാനെ അവർക്ക് പിന്നെ കാണാൻ കിട്ടുന്നത് കുറേ കാലം കഴിഞ്ഞിട്ടൊരു സൂര്യഗ്രഹണ കാലത്ത് കുരുക്ഷേത്രത്തിലുള്ള സമന്ത പഞ്ചകത്തിൽ വെച്ചിട്ടാണ്. യുദ്ധമായിട്ടില്ല, അതിനൊക്കെ മുമ്പ്.
തീർത്ഥയാത്രയ്ക്ക് എല്ലാവരും പോയ സമയത്ത് അവരും പോയതായിരുന്നു. ഭാരതത്തിന്റെ നാനാഭാഗത്തു നിന്നും വന്നു. അപ്പോഴും അവരെന്താ പ്രാർത്ഥിച്ചതറിയോ? അവരെന്നും ഇപ്പോ ഗൃഹമാകുന്ന അന്ധകൂപത്തിലാണ്. ഒരു പൊട്ട കിണറിൽ കിടന്ന പോലെയാണ്. അവർക്ക് അങ്ങനെ കാര്യമായിട്ട് അവർക്ക് ചിട്ടകൾ പഠിപ്പിച്ചു കൊടുക്കാനോ പൂജ പഠിപ്പിച്ചു കൊടുക്കാനോ വേദം പഠിപ്പിച്ചു കൊടുക്കാനോ ഒന്നുമില്ല. പക്ഷെ അവരുടെ ഉള്ളിൽ നിരന്തരമായിട്ട് കൃഷ്ണസ്മരണയുണ്ട്. ഗോവിന്ദ ദാമോദര മാധവ എന്നുള്ളത് അന്ന് കരഞ്ഞുകൊണ്ട് പാടിയത് പിന്നീട് അതൊരു ഗാനാലാപമായി മാറി. പിന്നെ അവർക്കത് നിത്യസ്മരണയായി മാറി. അവർക്കും പറയാനുള്ളത് എന്താണ്? ഞങ്ങളാ അന്ധകൂപത്തിൽ കിടക്കുന്ന സമയത്ത്, ഗൃഹമാകുന്ന അന്ധകൂപത്തിൽ കിടക്കുന്ന സമയത്ത് താഴത്ത് മുകളിലേക്ക് നോക്കുമ്പോൾ ഒരു ഇത്തിരി വെട്ടം അവിടെ ഭഗവാനെ കാണാറാവണം. ആ ശ്രീപാദങ്ങളുടെ കാഴ്ച കിട്ടിയാൽ പിന്നെ അവർക്ക് വേറെ ഒന്നും വേണ്ട. അങ്ങനെയുള്ള അതാണ് യോഗികളും ഗോപികളും ഒരുപോലെ കാണാൻ ആഗ്രഹിക്കുന്ന കാഴ്ച. അതാണ് ഏറ്റവും അധികം മാധുര്യം എന്നിട്ടുള്ള, ഏറ്റവും അധികം സൗന്ദര്യമുള്ള, കാണാൻ ആഗ്രഹിക്കുന്നതാണ്. മോക്ഷം കിട്ടിയവർക്കോ അവരെന്നും ഭഗവാന്റെ പാദത്തിലാണ് ഇരിക്കുന്നത്. എന്നും ആ പാദത്തിന്റെ ഉള്ളിൽ അതിലിരിക്കുന്ന സമയത്ത് അവർക്ക് ഇനി മനസ്സ് വേറെ എവിടെയും പോണ്ട. കൃഷ്ണത്വതീയ പദ പങ്കജ പഞ്ചരാന്തേ, അങ്ങനെയാണ് മുകുന്ദമാലയില് കുലശേഖര ആൾവാര് ചെല്ലണത്. എന്റെ മനസ്സ് എവിടേക്കും, എന്റെ മനസ്സാകുന്ന കിളി ഭഗവാനാകുന്ന ഭഗവാന്റെ പാദമാകുന്ന കൂട്ടില് അവിടെ ഇരുന്നോട്ടെ, എനിക്ക് സ്വാതന്ത്ര്യം വേണ്ട, എവിടെയും പോണ്ട. കൃഷ്ണത്വതീയ പദപങ്കജ പഞ്ചരാന്തം അങ്ങനെ പറഞ്ഞിട്ടാണ് അത് ആ ഇരിപ്പുണ്ടല്ലോ, അത് മതി, എവിടേക്കും പറന്നു പോണ്ട. ചിറകിട്ടടിച്ച് വാനത്തിന്റെ വിഹായസിന്റെ വിശാലതയിലേക്കൊന്നും എനിക്ക് പറന്നു പോണ്ട. ഭഗവാന്റെ പാദമാകുന്ന ആ നീടത്തില്, ആ കൂട്ടിന്റെ ഉള്ളില് എനിക്കിരിക്കാൻ പറ്റിയാൽ മതി. യോഗീന്ദ്രാണാം ത്വദംഗേഷു അധിക സുമധുരം മുക്തിഭാജാം നിവാസോ, മുക്തി കിട്ടിയവരുടെ, മോക്ഷം കിട്ടിയവരുടെ നിത്യസ്ഥാനം, വാസസ്ഥാനം. ഭക്തന്മാർക്കോ കാമവർഷ തരു കിസലയം. രണ്ട് കാലുകൾ ഉണ്ടല്ലോ ഭഗവാന്റെ, അത് കാമം വർഷിക്കുന്ന ആഗ്രഹങ്ങള്, അനുഗ്രഹം വർഷിച്ചു കൊണ്ടിരിക്കുന്ന രണ്ട് മരങ്ങളെ പോലെയാണ്. ഒരു മരത്തിൽ നിന്ന് നിരന്തരം പഴം ഉതിർന്നു വീഴുകയാണെങ്കിൽ എങ്ങനെയാണ്? അങ്ങനെയാണ് ഭഗവാന്റെ കാല്. കൽപ്പതരുവാണ്. എന്തിനധികം പറയണം? കൽപ്പതരുവാണ്. ആഗ്രഹം വർഷിച്ചു കൊണ്ടിരിക്കുന്ന മരം എന്ന് പറഞ്ഞാൽ കൽപ്പതരു. ഭഗവാന്റെ പാദം നമ്മെപ്പോലെ ആഗ്രഹം മനസ്സിൽ വെച്ചിരിക്കുന്നവർക്ക് കൽപ്പതരുവാണ്. മോക്ഷം കിട്ടിയവർക്ക് നിതാന്ത നിവാസസ്ഥാനമാണ്, എറ്റേണൽ എബോർഡ് അവർക്ക്. യോഗികൾക്കാണെങ്കിൽ അവരുടെ അഗാധതയിൽ അവർ കാണാൻ ശ്രമിക്കുന്നത് അതാണ്. അങ്ങനെയുള്ള ഭഗവാന്റെ കാലുകള് അത് നിത്യം ചിത്തസ്ഥിതം മേ പവനപുരപതേ കൃഷ്ണ കാരുണ്യ സിന്ധോ. അതെന്നും എൻ്റെ മനസ്സിലുണ്ടാവണേ ഭഗവാനെ. ഇന്ന് ഞാൻ ഈ വാതിൽമാടത്തിൽ ഇരിക്കുന്നു, നാളെ ഞാൻ ഒരു പക്ഷേ ഉപാസന മുഴുമിച്ച് ഇവിടുന്ന് പോവുകയായിരിക്കും. ലോകത്തിൽ എവിടെയാണെങ്കിലും, ഏത് കോണിലാണെങ്കിലും, ഉറക്കത്തിലും ഉണർവിലും, ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴും, ആഹ്ലാദിക്കുമ്പോഴും ദുഃഖിക്കുമ്പോഴും, എപ്പോഴും 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 അവിടുത്തെ ഈ ശ്രീപാദങ്ങള് എൻ്റെ മനസ്സിലുണ്ടാവണേ. നിത്യം ചിത്തസ്ഥിതമ്മേ, എൻ്റെ ചിത്തത്തില് എന്നും ഈ പാദങ്ങൾ ഉണ്ടായിരിക്കണം. കൃഷ്ണ കാരുണ്യ സിന്ധു. വേറൊന്നും വിളിക്കാനില്ല ഭഗവാനെ. അഹൈതുക കരുണാസിന്ധുവാണ്. നമുക്കൊക്കെ സാധാരണ നിത്യജീവിതത്തിൽ ഒരാൾ കാരുണ്യം കാണിക്കണമെങ്കിൽ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടായിരിക്കും. ഒന്നുമില്ലെങ്കിൽ അയാൾക്ക് പുണ്യം കിട്ടണം എന്നുള്ള വിചാരം കൊണ്ടായിരിക്കും. ഭഗവാനോ അഹൈതുക കരുണാസിന്ധുവാണ്. കാരണമില്ലാത്ത കരുണാസിന്ധുവാണ്. കൃഷ്ണ കാരുണ്യ സിന്ധോ ഹൃത്വ നിശേഷതാപാൻ പ്രതിശതു പരമാനന്ദ സന്തോഹ ലക്ഷ്മി. എൻ്റെ മനസ്സിലിരുന്നിട്ട് എൻ്റെ മനസ്സിന്റെ എല്ലാ താപങ്ങളെയും ഇല്ലാതാക്കിക്കൊണ്ട്, എൻ്റെ എന്ന് പറയണമെന്നേ ഉള്ളൂ കേട്ടോ.
തുടക്കത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് വിശ്വപീഡാപഹത്യാൻ വിശ്വാപ വിശ്വപീഡാപഹത്യക്ക് വേണ്ടിയാണ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഞാൻ എന്ന് പറയുന്നത് ലോകത്തിനെ മുഴുവനും റെപ്രസെന്റ് ചെയ്തുകൊണ്ടാണ്. ഒരു കോടതിയിൽ ഒരു വക്കീൽ നിൽക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ചെയ്തു എന്ന് പറയുന്നത് അദ്ദേഹത്തിന് വേണ്ടിയല്ല, അദ്ദേഹത്തിന്റെ ക്ലയന്റിന് വേണ്ടിയാണ്. ഇതുപോലെയാണ് നമ്മളെയൊക്കെ പ്രതിനിധീകരിച്ച് റെപ്രസെന്റ് ചെയ്തിട്ടാണ് മേൽപ്പത്തൂർ ആചാര്യൻ അവിടെ ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് വൈയക്തികമല്ല. ഓരോരോ ദശകത്തിന്റെ അവസാനത്തിലും അദ്ദേഹം എന്റെ സുഖക്കേട് മാറ്റണേ എന്ന് പറയുമ്പോൾ എന്റെ എന്നുള്ളിടത്ത് നമ്മൾ വായിക്കേണ്ടത് ലോകത്തിൻ്റെന്നാണ്. കാരണം ലോകത്തിന്റെ മുഴുവനും പ്രതിനിധിയായിട്ടാണ് അദ്ദേഹം അവിടെ ഇരിക്കുന്നത്. ഇപ്പോ ഹൃത്വാ നിശേഷതാപാൻ, ഹൃദയത്തിലെ ആരുടെ വിശ്വഹൃദയത്തില് താപം മുഴുവനും ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് പ്രതിശതു തരൂ എന്ത് പരമാനന്ദ സന്തോഹലക്ഷ്മി, എല്ലാ പരമാനന്ദം ആകുന്ന അതിന്റെ പ്രവാഹം എല്ലാ സന്താപത്തെയും നശിപ്പിക്കുന്ന വിധത്തിലുള്ള പരമാനന്ദത്തിന്റെ സന്തോഷം ഒഴുക്ക് അതിങ്ങനെ പ്രവഹിപ്പിച്ചു കൊണ്ടിരിക്കണേ ഭഗവാനെ എന്ന് പറയാണ്. യോഗീന്ദ്രാണം ത്വതംഗേഷ്വധിക സുമധുരം മുക്തിഭാജം നിവാസോ ഭക്താനാം കാമവർഷദ്വിതരുകിസലയം നാഥ തേ പാദമൂലം നിത്യം ചിത്തസ്ഥിതം മേ പവനപുരപതേ കൃഷ്ണ കാരുണ്യ സിന്ധോ കൃത്വാ നിശേഷതാപാൻ പ്രതിശതു പരമാനന്ദ സന്തോഹലക്ഷ്മി. അങ്ങനെ 10 ദശകങ്ങളോട് കൂടിയിട്ട് ആ അവസാനത്തെ ദശകത്തിലത്തെ സ്തുതി അവസാനിപ്പിച്ചു. പക്ഷെ 100 ദശകങ്ങൾ എഴുതി, ആ 100 ദശകങ്ങൾ എഴുതി സമർപ്പിക്കുകയാണ്. അവസാനമായിട്ട് ഒരു രത്നം കൂടി ഭഗവാന് സമർപ്പിക്കാനുണ്ട്. അതൊരു ക്ഷമാപണമാണ്. ദേവി മാഹാത്മ്യം കണ്ട സമയത്ത് വായിക്കുന്ന സമയത്ത് നമ്മൾ എല്ലാ ദിവസവും ഒരു ക്ഷമസ്വ പരമേശ്വരി, ഒരു ക്ഷമാപണം ഭഗവാനോട് പറയാണ്, ഭഗവതിയോട് പറയാണ്. പലപ്പോഴും ഭഗവാന്റെ മാഹാത്മ്യം നമുക്കറിയാൻ പറ്റില്ല. എഴുതിയതിൽ തെറ്റുണ്ടാവാം. അതില് മാത്രകള്, കവിത എഴുതുകയാണെങ്കിൽ മാത്രകളില് ചില സ്ഥലനം വന്നിട്ടുണ്ടായിരിക്കും, അർത്ഥത്തിൽ ചില അർത്ഥഭംഗങ്ങൾ വന്നിട്ടുണ്ടായിരിക്കും, ഛന്തവും ഭംഗങ്ങൾ വന്നിട്ടുണ്ടായിരിക്കും. പിന്നെ എല്ലാ സ്ഥലത്തും വിസർഗവും പിന്നെ അനുസ്വാരവും ഒന്നും വേണ്ട പോലെ ചേർത്തിട്ടുണ്ടാവില്ല. എല്ലാത്തിലും ഉപരി ഭഗവാന്റെ മഹാത്മ്യം വേണ്ട പോലെ അറിഞ്ഞിട്ടുണ്ടായിരിക്കില്ല. അഥവാ ഭഗവാന്റെ മഹാത്മ്യം എനിക്ക് പ്രകാശിപ്പിക്കാൻ പറ്റും, അതിനുള്ള വാഗ്വൈഭവം എനിക്കുണ്ട് എന്ന് വിചാരിച്ചാൽ അതുപോലെ ഒരു അപരാധമാണ്. എല്ലാത്തിനും മാപ്പ് ചോദിക്കേണ്ടതുണ്ട്. അത് ചോദിച്ചുകൊണ്ടാണ് അവസാനത്തെ ശ്ലോകം. അജ്ഞാത്വാ തേ മഹത്വം യദിഹ നിഗദിതം വിശ്വനാഥക്ഷമേധാ സ്തോത്രം ചൈതത് സഹസ്രോത്തരമധികതരം ത്വത്പ്രസാദായ ഭൂയാത് ദ്വേധാ നാരായണീയം ശ്രുതിഷു ച ജനുഷാ സ്തുത്യതാ വർണ്ണനേന സ്ഫീതം ലീലാവതാരൈരിതമിഹ കുരുതാം ആയുരാരോഗ്യ സൗഖ്യം. അജ്ഞാത്വാതേ മഹത്വം. ഭഗവാനെ നേരിൽ കണ്ടു, എന്നാൽ പോലും ഭഗവാന്റെ മഹത്വം മനസ്സിലാക്കിയിട്ടുണ്ടോ എന്നുള്ളത് സംശയമാണ് ഭഗവാന്. അവിടുത്തെ മഹത്വം എന്താണെന്ന് അറിയാതെ ഞാൻ എന്തൊക്കെയോ പറഞ്ഞു. ഹേ വിശ്വനാഥ, അവിടുന്ന് അത് മുഴുവനും ക്ഷമിക്കണേ. ഈ എഴുതിയത് അത് 1000-ൽ പരം ശ്ലോകങ്ങളുണ്ട്. 1034, പലപ്പോഴും എണ്ണത്തിൽ 1036 എന്നും പറയാറുണ്ട്. അത്രയും ശ്ലോകങ്ങള്, ഒരു സഹസ്രത്തിൽ പരം, സഹസ്രോത്തരം, സഹസ്രത്തിൽ കൂടുതൽ അധികമായിട്ടുള്ള പദ്യങ്ങള് ഇവിടെ എഴുതിയത് മുഴുവനും അവിടുത്തെ പ്രസാദത്തിനായി വരേണമേ. ഏതൊരു കവിയും വിചാരിക്കേണ്ടത്
താൻ എഴുതിയത് തനിക്ക് പ്രസിദ്ധിക്ക് വേണ്ടിയായിരിക്കണം എന്നുള്ളതല്ല. വായനക്കാർക്ക് അതിൽ തൃപ്തി വരണേ എന്നുള്ളതാണ്. ഇവിടെ ഒരു ഭക്തൻ ഇരുന്ന് സ്തുതിക്കുമ്പോൾ അത് കേൾക്കുന്ന അവിടെ വായനക്കാരൻ എന്ന് പറയുന്നത് ഭഗവാൻ തന്നെയാണ്. ത്വത്പ്രസാദായ ഭൂയാത്, അവിടുത്തെ പ്രസാദത്തിനായി കൊണ്ട് ഭവിക്കണമേ, അങ്ങനെയായി തീരണമേ. ഞാൻ ഈ എഴുതിയിട്ടുള്ള 1000-ലധികം പദ്യങ്ങള്, ഇത് സാധാരണ ഒരു കവിത എഴുതിയാൽ അതിന്റെ അവസാനം ആരാണ് എഴുതിയത് എന്നുള്ളത് കൂടി എഴുതി ചേർക്കണം. എന്നാലല്ലേ വരും തലമുറകൾക്ക് ഇത് ആരെഴുതിയതാണ് എന്നുള്ളത്. അത് തന്റെ പ്രസിദ്ധിക്ക് വേണ്ടിയല്ല, ചരിത്രപരമായിട്ടുള്ള ഒരു ഹിസ്റ്റോറിക്കൽ നീഡാണത്. മറ്റുള്ളവര് അറിഞ്ഞിരിക്കണം ഏത് കാലത്താണ് അത് എഴുതപ്പെട്ടത് എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ആരെഴുതിയതാണെന്ന് പറയണം. അങ്ങനെ ഇവിടെ പറയുന്നത് ദ്വേധാ നാരായണീയം. അവിടെ പോലും മേൽപ്പത്തൂർ ആചാര്യന്റെ വാഗ്വിലാസം നമുക്ക് കാണാം. ഭഗവാൻ നാരായണനാണ്. ഈ എളിയ ഞാനുണ്ടല്ലോ ഭഗവാനെ, ഇവനും നാരായണനാണ്. ദ്വേധാ നാരായണീയം, ഈ എഴുതിയത് 2 വിധത്തിലും നാരായണീയമാണ്. സാക്ഷാൽ നാരായണനെ പറ്റിയാണ് ഈ എളിയ നാരായണൻ ഇരുന്നെഴുതിയതാണ്. ദ്വേധാ നാരായണീയം ശ്രുതിഷു ജനുഷാ സ്തുത്യതാ വർണ്ണനേന സ്ഫീതം ലീലാവതാരൈരിതമിഹ കുരുതാം ആയുരാരോഗ്യ സൗഖ്യം. ഭഗവാന്റെ അനേകം അവതാരങ്ങളെ പറ്റി, ലീലകളെ പറ്റി വർണ്ണിച്ചിട്ടുണ്ട്. ഏകദേശം ഭാഗവതത്തിന്റെ സംഗ്രഹമാണ്. അതിനെ കൺസൈസ് ചെയ്തിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. അത് അനേകം ലീലകളും അവതാരങ്ങളും ഇവിടെ പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. ഇതിലൂടെ എല്ലാം പറയാൻ ശ്രമിച്ചിട്ടുള്ളത് വേദത്തിന്റെ താല്പര്യമാണ്. ഭാഗവതം എന്ന് പറയുന്നത് തന്നെ നിഗമ കൽപ്പതരോർഗളിതം ഫലം, വേദസാരമാണ്. ഭഗവാന്റെ ലീലകളിലൂടെ, ലീലകളുടെ വർണ്ണനകളിലൂടെ, ഭഗവാന്റെ അവതാര വർണ്ണനകളിലൂടെ എത്താൻ ശ്രമിക്കുന്നത് ആ വേദസാരത്തിലേക്കാണ്. ശ്രുതിഷുജ ജനുഷ, അതിലേക്കാണ് എത്താൻ വേണ്ടിയിട്ട് ഈ ശ്ലോകങ്ങള്. അത് അവിടുത്തെ പ്രസാദത്തിനായി തീരണമേ. ഇത് നാരായണനെ സംബന്ധിച്ചതാണ്. 2 തരത്തിലും നാരായണീയമാണ്. ഇത് വേദങ്ങളിൽ സ്തുതിക്കപ്പെടേണ്ടവനാണ് ഭഗവാൻ. അങ്ങനെയുള്ള വേദങ്ങളിൽ സ്തുതിക്കപ്പെടേണ്ട ഭഗവാൻ, വേദത്തിന്റെ സാരമായിട്ടുള്ള ഭഗവാൻ, ആ ഭഗവാനെയാണ് അവിടെ വർണ്ണിക്കാൻ ശ്രമിച്ചിരിക്കുന്നത്. ഇത് അങ്ങനെയുള്ള ഈ കൃതി കൊണ്ട് ഹേ ഭഗവാനെ അവിടുന്ന് പ്രസാദിക്കണേ, ത്വത് പ്രസാദായ ഭൂയാത് എന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ എല്ലാവർക്കും ആയുസ്സും ആരോഗ്യവും സൗഖ്യവും. നേരത്തെ കഴിഞ്ഞതിൽ പറഞ്ഞു പരമാനന്ദ സന്തോഹലക്ഷ്മി എന്ന് പറഞ്ഞു. ഇനി ഈ ലോകം വ്യവഹാരത്തിൽ മുഴുകിയിരിക്കുന്ന ഈ ലോകത്തിന് വേണ്ടിയിട്ട് അവിടുന്ന് ആയുസ്സും ആരോഗ്യവും സൗഖ്യവും, ആയുസ് എന്ന് പറഞ്ഞാൽ നൽവാഴ്വ്, നല്ല നിലനിൽപ്പ്, ആരോഗ്യം, സൗഖ്യം, മനസ്സിനും ദേഹത്തിനും ബുദ്ധിക്കും എല്ലാം അങ്ങനെ ആയി ഭഗവാൻ പ്രസാദിക്കണേ എന്ന് പറഞ്ഞിട്ടാണ് സമർപ്പിക്കുന്നത്. എന്തിനു വേണ്ടിയാണോ ആ ഓണം നാളില് കഷ്ടപ്പെട്ടിട്ട് ജലമാർഗം ഒരു കൂടയിലിരുന്നിട്ട് മറ്റുള്ളവരാൽ വഹിക്കപ്പെട്ടിട്ട് എന്തിനു വേണ്ടിയാണോ പുറപ്പെട്ടു വന്നത്, ഭഗവാനെ സ്തുതിക്കാനായിരുന്നു. ആ സ്തുതി നന്നായി നടത്തി. മേൽപ്പത്തൂർ അദ്ദേഹം എത്ര പ്രയാസപ്പെട്ടിട്ടാണ് ആദ്യ ദിവസങ്ങളിൽ മുന്നോട്ട് പോയത് എന്നുള്ളത് 3-ാമത്തെ ദശകം വായിക്കുമ്പോൾ അറിയാം. അങ്ങനെ വേദനയോട് മല്ലിട്ടിട്ട്, രോഗത്തോട് മല്ലിട്ടുകൊണ്ടാണ് അദ്ദേഹം ചെയ്തത്. പക്ഷെ അദ്ദേഹത്തിന് കിട്ടിയ ഡ്യൂട്ടി എന്തായിരുന്നു? അത് മുഴുവനാക്കി. സ്വന്തം അവരവരെ ഏൽപ്പിച്ചിട്ടുള്ള നിയോഗം ഒരു സെൽഫ് ഓർഡൈൻഡ് ഡ്യൂട്ടി ആയിരുന്നു, ഭഗവാനെ സ്തുതിക്കുക ഭാഗവതത്തിന്റെ സംഗ്രഹത്തിലൂടെ എന്നത്. അത് അദ്ദേഹം ഭംഗിയായി ചെയ്തു. അതൊക്കെ കേട്ട ഭഗവാൻ അതിലുപരി ഭഗവാന്റെ കർത്തവ്യം ചെയ്തു, ഈ ഭക്തനെ അനുഗ്രഹിക്കുക എന്നുള്ളത്. ഭരണസമയത്ത് കൂടയിൽ വന്നിട്ടുള്ള അദ്ദേഹം 98-ാമത്തെ ദശകം എത്തിയപ്പോഴേക്ക്, നമസ്കാര ദശകം എത്തിയപ്പോഴേക്ക് സ്വന്തം നമസ്കരിച്ചുകൊണ്ടായിരുന്നു
ഓരോരോ ദശകവും ചൊല്ലിയത് എന്നുള്ളത് ഓർത്തിട്ടാണ് നമ്മള് പല ആചാര്യന്മാരും വേദിയിലിരിക്കുന്നവര് പോലും എഴുന്നേറ്റ് നമസ്കരിച്ചുകൊണ്ടാണ് 98ാമത്തെ ദശകം ചൊല്ലുക. അങ്ങനെ നമസ്കരിക്കാൻ പാകത്തിന് അദ്ദേഹത്തിന്റെ ആരോഗ്യം ശരിയായി കിട്ടി. പിന്നെ അവിടുന്ന് അങ്ങോട്ട് പോയിട്ട് അദ്ദേഹം ധാരാളം സഞ്ചരിച്ചു. അനേകം കൊട്ടാരങ്ങളിൽ താമസിച്ചു. കൊച്ചി കൊട്ടാരത്തിലും സാമൂതിരിയുടെ കൊട്ടാരത്തിലും അമ്പലപ്പുഴയിലെ ദേവനാരായണൻ എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിലും ദേവനാരായണൻ തമ്പുരാന്റെ കൊട്ടാരത്തിലും എല്ലാം താമസിച്ചു. രാജാക്കന്മാരുടെയൊക്കെ കൊട്ടാരത്തില്. അവിടെയൊക്കെ ധാരാളം ഈശ്വര ഉപാസനയ്ക്ക് അവസരം ഉണ്ടായിരുന്നു. ഭഗവാനെ പറ്റിയൊക്കെ പലതും രചിക്കാനും വ്യാകരണ ഗ്രന്ഥങ്ങളൊക്കെ എഴുതാനും ഒക്കെ അവസരം ഉണ്ടായിരുന്നു. അതൊക്കെ ഭട്ടതിരിക്ക് വേണ്ട പോലെ നിറവേറ്റാൻ പറ്റി. പ്രക്രിയ സർവസ്വം വളരെ വിശിഷ്ടമായിട്ടുള്ള വ്യാകരണ ഗ്രന്ഥാണ് എന്ന് പറയുന്നു. ഈ വ്യാകരണം എന്നുള്ളത് വൈയാകരണന്മാരോട്, ഗ്രമേറിയൻസിനോട് അവര് നമ്മൾ സ്തുതി ചൊല്ലുന്നത് പോലെയാണ് ഗ്രാമറിലത്തെ നിയമങ്ങൾ ചൊല്ലുക. സന്ധ്യയ്ക്കും രാവിലെയും സന്ധ്യയ്ക്കും പാരായണം ചെയ്യും. നമുക്ക് തന്നെ അറിയാം, പഴയ തലമുറയിലുള്ളവർക്ക് അറിയാം, കുട്ടികളൊക്കെ കൊണ്ട് പണ്ട് മാസം 12 മാസങ്ങളെ പറ്റി നാമം ചെല്ലാനിരിക്കുമ്പോൾ സന്ധ്യയ്ക്ക് വിളക്കിന്റെ മുമ്പിൽ ഇരുന്നിട്ട് അങ്ങനെ മാസം 12 എന്ന് പറഞ്ഞിട്ട് മാസം പറയും. അതേപോലെ അശ്വതി ഭരണി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നാളുകൾ 27 എന്ന് പറഞ്ഞിട്ട് അവസാനത്തെ നാൾ വരെ പറയും. ഇപ്പൊ ജ്യോതിഷികളോട് ചോദിച്ചു നോക്കൂ, അവര് പറയും ഈ മാസങ്ങൾ ഓർക്കുന്നതും അവരുടെ ഗ്രന്ഥങ്ങളിലുണ്ട്. മാസങ്ങൾ ഓർക്കുന്നതും നക്ഷത്രം ഓർക്കുന്നതും ഒക്കെ തന്നെ വലിയ ഈശ്വര പ്രീതിക്ക് കാരണമാവും. കാരണം എന്താ വെച്ചാൽ ഭഗവാൻ കാലസ്വരൂപിയാണ്. അപ്പോ വ്യാകരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും ഗൂഢമായതിനെ തെളിച്ചു പറയാൻ, വിസ്തരിച്ച് പറയാൻ, മനസ്സിലാക്കാൻ. എന്തിനാ വ്യാകരണം പഠിക്കുന്നത്? എന്ത് കണ്ടാലും എഴുതിയ രചനകളൊക്കെ മനസ്സിലാക്കാൻ പറ്റണം. ഒരാൾ സംസാരിച്ചു കേട്ടാൽ മനസ്സിലാക്കാൻ പറ്റണം. ഗൂഢാർത്ഥം പിടികിട്ടണം, തത്വം കാണണം. അതുകൊണ്ട് വ്യാകരണ ഗ്രന്ഥം രചിക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു ഉപാസനയാണ്. ഇതൊക്കെയും സാധിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. അത്രയ്ക്കും ആയുസ് കൊടുത്തു. സാധാരണ ഉള്ള ഒരു റാഷണൽ ആയിട്ടുള്ള എസ്റ്റിമേറ്റ് പ്രകാരം അദ്ദേഹം 86 വയസ്സ് വരെ ജീവിച്ചു എന്നാണ്. അക്കാലം അത്രയും സാർത്ഥകമായി ജീവിച്ചു, ഭംഗിയായിട്ട് ജീവിച്ചു. പലതും എഴുതി വെച്ചു, ചിലതൊക്കെ മുഴുവനാക്കാൻ പറ്റിയില്ല. പക്ഷെ അവസാന കാലം വരെ രചന തുടർന്നു. പിന്നെ അത് മുഴുവനാക്കിയതും ന്യായ ഗ്രന്ഥമൊക്കെ, ചിലത് മീമാംസ ഗ്രന്ഥം ഒക്കെ. അപ്പൊ അദ്ദേഹത്തിന് അതെല്ലാം ചെയ്യാൻ പറ്റി. അത്രയും കാലം ആരോഗ്യത്തോടെ ജീവിക്കാൻ പറ്റി. ഭഗവാന്റെ ഭാഗത്ത് നിന്ന് ചെയ്യേണ്ടത് ഭഗവാനും ചെയ്തു, ഭക്തന്റെ ഭാഗത്ത് നിന്ന് ചെയ്യേണ്ടത് ആചാര്യനും ചെയ്തു. ഈ സ്തോത്രകാവ്യമാവട്ടെ എത്രയോ ജനങ്ങൾക്ക് പ്രത്യാശ നൽകിയിട്ടുണ്ട്. എത്രയോ ജനങ്ങള് നാരായണീയം കയ്യിലെടുത്ത മുതൽക്കാണ് ജീവിതത്തിന് ഒരു സ്വാസ്ഥ്യം കിട്ടിയത്. അതിനുശേഷമാണ് സങ്കടങ്ങൾക്കൊരു അറുതി വന്നത്. എത്രയോ പേര് പറയും, നമ്മളുടെ ജീവിതത്തിലത്തെ സാഹചര്യങ്ങൾ മാറിയാലും ഇല്ലെങ്കിലും നാരായണീയവും ഭാഗവതവും പഠിക്കുമ്പോൾ അതിനോടുള്ള സമീപനം നമുക്ക് പലതുണ്ടാവുമ്പോൾ വിഷമം വരും, വളരെ വിഷമം വരും. പിന്നെ നമ്മൾ ആലോചിക്കും, ഭോഗേന പുണ്യം കുശലേന പാപം. പ്രഹ്ലാദൻ പറഞ്ഞതുപോലെ നമുക്ക് വരാനുള്ള നല്ല കാര്യങ്ങളും ചീത്ത കാര്യങ്ങളും വന്നുകൊണ്ടിരിക്കുന്നു. ഇത് ഞാൻ തന്നെ ആയിരിക്കും ഇതിന് കാരണം. അത് ബുദ്ധിപൂർവം സഹിച്ചു തീർക്കുക. അങ്ങനെയുള്ള ഒരു ബോധം തരാൻ ഭാഗവതത്തിനും നാരായണീയത്തിനും കഴിയും. ഭാഗവതം പെട്ടെന്ന് വായിച്ചു തീർക്കാൻ ബുദ്ധിമുട്ടാണ്. നാരായണീയാവട്ടെ ഒരു ദിവസം കൊണ്ട് വായിക്കാം. അതുകൊണ്ടാണല്ലോ നമ്മൾ ഏകദിന നാരായണീയം, ഏകാഹ നാരായണീയം ഒരു ദിവസം കൊണ്ട്. അതിന് ഭാഗത്തില് ഭാഗവത കഥ നമുക്ക് ഒരു ചെറിയ കുട്ടിക്ക് മനസ്സിലാവുന്ന വിധത്തില്
അതിനെ ഉരുട്ടിക്കുഴച്ച് തന്നു മേൽപ്പത്തൂരാചാര്യൻ. ഒരു എത്രയോ ഭക്ഷണത്തിന്റെ കൂമ്പാരം ഒരു ചെറിയ പ്ലേറ്റിൽ ഒതുക്കി കിട്ടുന്നത് പോലെയാണ് നമുക്കൊരു തളികയിലാക്കി തന്നിരിക്കുകയാണ് ഭാഗവതം എന്ന് പറഞ്ഞ വേദസാരം. ഭംഗിയായിട്ട് നടത്താൻ കഴിഞ്ഞു. ഗുരുവായൂരിന്റെ മാഹാത്മ്യം പറയുകയാണെങ്കിലും ഗുരുവായൂരിന്റെ സ്ഥല മാഹാത്മ്യം, അവിടെ ഇരുന്നിട്ടാണ് അത് രചിച്ചത്. അവിടേക്ക് പോകണമെന്ന് തോന്നിയിട്ടാണ് അവിടേക്ക് പോയത്. ആ കാലത്ത് തന്നെ സ്ഥല മാഹാത്മ്യം എല്ലാവർക്കും അറിയായിരുന്നു. വൈകുണ്ഠത്തില് ഭഗവാൻ ഒരു വിഗ്രഹം ബ്രഹ്മാവിന് കൊടുത്തു. അപ്പൊ ആരാർക്കാണ് കൊടുത്തത് നോക്കൂ, ബ്രഹ്മാവിന് കൊടുത്തു. ബ്രഹ്മാവസു തപസ് എന്ന് പറഞ്ഞിട്ടുള്ള മഹർഷിക്ക് അത് കൊടുത്തു. ആ മഹർഷി അത് കശ്യപ മഹർഷിക്ക് കൊടുത്തു. കശ്യപ മഹർഷി അതിഥി കൃഷ്ണിഗർഭൻ ഭഗവാന്റെ അച്ഛനമ്മമാരുടെ അവതാരം അവരും മൂന്നാമത്തെ ജന്മത്തിലാണ് കൃഷ്ണനായിട്ട് അവർക്ക് കിട്ടുന്നത്. അതിനു മുമ്പ് കശ്യപനും അതിഥിയുമായിരുന്ന കാലത്ത് വാമനനായിട്ട് ഭഗവാൻ ജനിക്കുകയുണ്ടായി. അങ്ങനെയുള്ള കശ്യപ മഹർഷിയാണ് വസുദേവര്. അപ്പൊ അതിനെ ആലങ്കാരികമായിട്ട് പറയുമ്പോൾ കശ്യപ മഹർഷിയിൽ നിന്ന് വസുദേവർക്ക് കിട്ടി ഈ വിഗ്രഹം. ആ വിഗ്രഹം കൃഷ്ണൻ അച്ഛന്റെ കയ്യിൽ നിന്ന് കൃഷ്ണന് കിട്ടി. കൃഷ്ണൻ അത് ദ്വാരകയിൽ വെച്ച് പൂജിച്ചു. ദ്വാരക വെള്ളത്തിൽ മുങ്ങാറായപ്പോ ഉദ്ധവനോട് പറയുന്നുണ്ടല്ലോ, ഇവിടുന്ന് പോയിക്കോളൂ. അർജുനനോട് പറയാൻ വേണ്ടി പറയുന്നുണ്ട്, ഇവിടെയുള്ള സ്ത്രീകളെയൊക്കെ രക്ഷിക്കണം. അങ്ങനെ കുറച്ച് മുൻകരുതലുകൾ ഭഗവാൻ ദ്വാരക മുങ്ങുന്നതിന് മുമ്പ് മനസ്സിൽ തീർച്ചയാക്കിയിരുന്നു. അതിലൊന്നായിരുന്നു ദ്വാരക മുങ്ങുന്ന സമയത്ത് കടലിലേക്ക് ഈ വിഗ്രഹം പോവും. പക്ഷെ പിന്നീട് കടലലയിൽ അത് തിരക്കി വന്ന് കയറും, കടലിൽ നിന്ന് കിട്ടും. അത് കിട്ടുന്ന സമയത്ത് ഒരു നല്ല സ്ഥലത്ത് അത് പ്രതിഷ്ഠിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഉദ്ധവനെ ഏൽപ്പിച്ചിരുന്നു. ഉദ്ധവൻ ആ ദൗത്യം കൊടുത്തത് ബൃഹസ്പതിക്കായിരുന്നു. ഭഗവാന്റെ ദൗത്യമാണ്. ഉദ്ധവൻ അത് സബ്മിറ്റ് ചെയ്തത് ബൃഹസ്പതിയുടെ മുന്നിലായിരുന്നു. ബൃഹസ്പതി ആ വിഗ്രഹം വായുവിന്റെ സഹായത്തോടു കൂടിയിട്ട് ലോകം മുഴുവനും തിരഞ്ഞു നടന്നു. എവിടെയാണ് ഇത് സ്ഥാപിക്കേണ്ടതെന്ന് അറിഞ്ഞില്ല. ആ വിഗ്രഹം അത്ര വിശേഷപ്പെട്ടതാണ്, പാതാള ശില കൊണ്ടുണ്ടാക്കിയതാണ്. അത് എവിടെയാണ് സ്ഥാപിക്കേണ്ടതെന്ന് അറിയില്ല. അതിന് തക്കതായിട്ടുള്ള സ്ഥാനം കാണാതെ അലഞ്ഞു നടന്ന സമയത്ത് മമ്മിയൂർ ശിവനാണ്, മഹാദേവനാണ് സ്ഥലം കാണിച്ചു കൊടുത്തത്. ഇതാ ഇവിടെ ഗുരുവായൂര് മമ്മിയൂരിന്റെ അടുത്താണല്ലോ, അവിടെ തന്നെ ഇരിക്കട്ടെ ഭഗവാൻ. അങ്ങനെയാണ് അവിടെ സ്ഥാപിക്കപ്പെട്ടത്. അങ്ങനെ ആ വിഗ്രഹത്തിന്റെ മഹിമ, അത് സ്ഥാപിച്ചവരുടെ മഹിമ, ആരുടെയൊക്കെ കയ്യിൽ കൂടെ അത് കടന്നുപോയോ അവരുടെയൊക്കെ മഹിമ, അതൊക്കെ സ്ഥലം ആഹാത്മ്യത്തിലേക്ക് പകർന്നിരിക്കുകയാണ്. അങ്ങനെയുള്ള സ്ഥലമാണ് ഗുരുവായൂര്. അവിടെ വെച്ചിട്ടാണത്. ഗുരുവായൂരും നാരായണിയും ഭാഗവതവും നമുക്ക് മനസ്സിൽ നിന്ന് വേർപിരിക്കാൻ പറ്റില്ല. ഇതെല്ലാം തന്നെ ഒരു പ്രകാശ വലയത്തിൽ നമ്മളുടെ ഉള്ളിൽ ഒതുങ്ങി നിൽക്കുകയാണ്. അങ്ങനെയുള്ള നാരായണീയം ഇടയ്ക്ക് കുറച്ച് പ്രതിബന്ധങ്ങളൊക്കെ ഉണ്ടായിരുന്നുവെങ്കിലും നമുക്ക് അത് തീർക്കാനുള്ള അവസരം കിട്ടി. അതിന് എത്രയോ ദൂരത്തിരിക്കുന്നവരാണ് നമ്മളല്ലേ. ഇത് കേൾക്കുന്നവര് പലരും കടല് കടന്നപ്പുറത്തിരിക്കുന്നവരാണ്. അതല്ലെങ്കിൽ എത്രയോ ദൂരം തീവണ്ടിയിൽ പോയി യാത്ര ചെയ്ത് ഒരു രാത്രി കൊണ്ട് യാത്ര ചെയ്തെത്തേണ്ട ദൂരത്തിലാണ് പറയുന്ന വ്യക്തിയും കേൾക്കുന്ന വ്യക്തികളും പലരും ഇരിക്കുന്നത്. അങ്ങനെയുള്ള നമ്മളെ എല്ലാവരെയും ഒരു ചരടിൽ കോർത്തു ഈ നാരായണീയം. ഒരു കുടയുടെ കീഴില് എത്രയോ ഞായറാഴ്ചകളില് നമ്മളെ ഒന്നിച്ചു ചേർത്തു നാരായണീയം. അതിന് ഭഗവാനോട് ഏറ്റവും അധികം നന്ദി പറയണം. ചെയ്തതൊക്കെ ഭഗവാന്റെ കാൽക്കൽ സമർപ്പിക്കണം. മേൽപ്പത്തൂര് വിചാരിച്ചതുപോലെ തന്നെ നമുക്കും വിശ്വപീഡാപഹത്യേ, ലോകത്തിന്റെ പീഡ മുഴുവനും ആവാൻ ഇത് ഉപകരിക്കട്ടെ, വിശ്വപീഡാപഹത്യേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്കത് സമർപ്പിക്കാം. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി.
ശ്രീ ഗുരുവായൂരപ്പ ശരണം. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ശ്രീ ഗുരുവായൂരപ്പ ശരണം.